ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഏവർക്കും വളരെ പരിചിതമായ ഒരു തിരുവെഴുത്ത് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവെഴുത്ത് ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവെഴുത്ത്. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ഒരു വാക്കും കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രിയിൽ ആശീർവദിക്കണം. ഈ സ്ഥലത്ത് ആരംഭിച്ചിരിക്കുന്ന ഈ കൂടിവരവ് അനേകർക്ക് അനുഗ്രഹവും വിടുതലുമാക്കി വീണ്ടും തീർക്കണം. വരും ദിവസങ്ങളിൽ ഇവിടെ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ശക്തീകരിക്കണം. സന്നിധി ബോധം നൽകുവാൻ ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ സഹപഠനം കർത്താവിൽ പ്രസിദ്ധനുമായ ബഹുമാനപ്പെട്ട ഷിബിൻ പാസ്റ്റർ കുടുംബം ഇന്ന് രാത്രിയിലെ ഈ ശുശ്രൂഷയുടെ അധ്യക്ഷൻ. അതുപോലെ തന്നെ ഈ രാത്രി യോഗത്തിൽ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാനരായ അനേക കർത്തൃദാസന്മാർ ഇന്ന് രാത്രി കൂടപ്പെട്ടിരിക്കുക. വിശേഷിച്ച് ബഹുമാനപ്പെട്ട PM ഫിലിപ്പ് അവറുകൾ അടക്കമുള്ളതായ എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർ, കർത്തൃദാസന്മാർ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. ഇന്ന് രാത്രി അല്പസമയങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് ശാന്തമായിട്ട് ചിന്തിക്കാം. കഴിഞ്ഞ രാത്രിയിലും കർത്താവ് സഹായിച്ചല്ലോ. വരുന്ന ദിവസങ്ങളിലും ദൈവപ്രവൃത്തിയോടെ വെളിപ്പെടട്ടെ. ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഏവർക്കും വളരെ പരിചിതമായ ഒരു തിരുവെഴുത്താണ് വായിച്ചത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ തിരുവെഴുത്താണ് വായിച്ചത്. ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാട്ടെ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മനം തന്നമേ മണ്ണിൻ മഹിമകൾ ഒന്നും ശാന്തിയെ നൽകാതെ, മാനം തന്നമേ മണ്ണിൻ മഹിമകൾ ഒന്നും ശാന്തിയെ നൽകാതെ, മാനം തന്നമേ മണ്ണിൻ മഹിമകൾ ഒന്നും ശാന്തിയെ നൽകാതെ, മാനം തന്നമേ മണ്ണിൻ മഹിമകൾ
വെയിലിൽ മാമോ അന്നേരം മാമ മാമോ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. വളരെ പരിചിതമായ തിരുവെടുത്താണ് ഇവിടെ വായിച്ച് പൊതുവിൽ കേട്ടത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവെടുത്ത്. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ഇന്ന് രാത്രി ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന വിഷയം ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും. ഞാൻ തൊടുകൈക്ക് പറയാൻ നിങ്ങൾക്കെല്ലാം അറിവുള്ള കാര്യമാണ്. ഈ നമ്മുടെ ഇഷ്ടങ്ങൾ പ്രാരംഭത്തിൽ, നമ്മുടെ പെന്തിക്കോസുകാരുടെ ഭാഷയല്ല പറഞ്ഞത്, പ്രാരംഭത്തിൽ വിടുതലാണെന്നും നന്മയാണെന്നും അഭിവൃദ്ധിയാണെന്നും അത്ഭുതമാണെന്നും അതിശയമാണെന്നും വിക്ടറിയാന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ പലതും ഒടുവിൽ വിനയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രാരംഭത്തിൽ നമുക്ക് ദുഃഖമായിട്ടും വേദനയായിട്ടും പ്രയാസമായിട്ടും, നമ്മുടെ പെന്തിക്കോസ് ഭാഷ പറഞ്ഞ ശോധനയായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ തോന്നും. പക്ഷെ ഒടുവിൽ അനുഗ്രഹമായിരിക്കും. ദൈവത്തിൻ്റെ മഹത്വം. ഇന്ന് രാത്രി വളരെ ലളിതമായി നമുക്കൊന്ന് ചിന്തിക്കാം. മാത്രമല്ല, നമ്മൾ പെന്തിക്കോസുകാര് ഈ ദൈവത്തിന് ഹിതമല്ലാത്ത വിഷയം പലതും പ്രാർത്ഥിച്ച് ദൈവഹിതമാക്കി എടുക്കുന്നവരാ. അങ്ങനെ എടുത്തേച്ചായിരിക്കുന്നത്. എൻ്റെ ഭാഷയാ, പുള്ളിക്ക് ഇഷ്ടമൊന്നും ഉള്ളതല്ല. എന്നാലും നമ്മൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് അതിനെ പ്രാർത്ഥനയെന്ന് ഞാൻ പറയത്തില്ല, സമരമുറയാ. ഇപ്പം എല്ലായിടത്തും സമരമുറയാ. 3 ഇരിക്കുന്നു, 7 ഇരിക്കുന്നു, 21 ഇരിക്കുന്നു, 40 ഇരിക്കുന്നു. ഒരു നേരം കഴിച്ചുകൊണ്ട് ഗുളിക തിന്നും പോലെ ഒരു നേരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞ് 5 മണി വരെ ഒന്നും കഴിക്കുകയല്ലെന്ന്. നല്ല കാര്യമാണ്. ചിലര് 8 വെള്ളിയാഴ്ച 10 വെള്ളിയാഴ്ച ഒരിക്കൽ വാഴുത്തങ്കമ്മ പറഞ്ഞു 150 ദിവസം ഇരുന്നോടാൻ ഒരാളോട്. പുള്ളി പോയങ്ങ് ഇരിക്കുക. കാരണം ലീലാമാമ കടന്നു പോയി. വേറെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ 100 ഇരുന്നോടാൻ 100. പുള്ളി പോയങ്ങ് 100 ഇരിക്കുക. അല്ല, അത് കഴിഞ്ഞവർ വന്ന് സാക്ഷ്യം പറഞ്ഞ് കിട്ടിയെന്ന് ഒത്തല്ലോ. അപ്പൊ ഇങ്ങനെ കുത്തിയിരുന്ന് അവിടത്തേക്ക് ഗീതമല്ലെങ്കിൽ നമ്മൾ അതെല്ലാം ഗീതമാക്കി എടുക്കുക. ഇന്ന് രാത്രി ചിന്തിക്കാൻ പോവാ, തുറച്ചു നോക്കുവൊന്നും വേണ്ട. ദൈവനാശനെ ഇത് ഇങ്ങോട്ടൊന്ന് മാറ്റുകയായിരുന്നെങ്കിൽ എനിക്കൊരു തടസ്സമായിട്ട് നിൽക്കുക. അങ്ങോട്ടൊന്ന് അങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. അപ്പം വെള്ളം എനിക്ക് എടുക്കുകയും ചെയ്യും. ഇതാ നല്ല ജോസ് പാട്ട് പാടുമ്പോൾ ഇടയ്ക്കൊന്ന് സഹായിക്കാൻ മേലെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. നമുക്കറിയാം, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ തെസ്സലോനിക്ക ലേഖനത്തിന് ഉള്ള പ്രാധാന്യത അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ്. പൗലോസിന്റെ ലേഖനങ്ങൾ 14 ലേഖനങ്ങളിൽ രക്ഷാശാസ്ത്രമുണ്ട്, ക്രിസ്തുശാസ്ത്രമുണ്ട്, സഭാശാസ്ത്രമുണ്ട്, അന്ത്യകാല ശാസ്ത്ര ലേഖനങ്ങളുണ്ട്. അതാ എസ്കറ്റോൾ. എനിക്ക് ഇംഗ്ലീഷ് വലിയ വശമില്ല, എന്നാലും ദൈവനാശം ഉള്ളത് വളരെ അനുഗ്രഹമാണ്. അഥവാ ഞാൻ ആഗ്രഹം കൊണ്ട് വല്ല ഇംഗ്ലീഷും പറഞ്ഞ് തെറ്റുകാന്ന് തിരുത്തിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനം.
ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ലേഖനങ്ങളിൽ ഒന്നിതാണ്. അപ്പം ഈ രണ്ട് ലേഖനം എപ്പോഴും പറയാറുണ്ട്, രണ്ട് ലേഖനത്തിൽ രണ്ട് വിഷയമാണ്, രണ്ട് വിഷയം, രണ്ട് പ്രത്യക്ഷത. ആ രണ്ട് പ്രത്യക്ഷത, രണ്ട് വ്യക്തികളുടെ പ്രത്യക്ഷത. അത് മറ്റാരുമല്ല, ഒന്ന് യേശു ക്രിസ്തു, രണ്ട് എതിർ ക്രിസ്തു. രണ്ടാം ലേഖനത്തിലെ വിഷയം നമുക്കറിയാം, എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ്. ഇതെല്ലാം നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ചിലർ നമ്മുടെ യോഗത്തിന് ബൈബിൾ പോലും കൊണ്ടുവരികയല്ല. കാരണം അവർക്ക് അറിയാം, ചിലരെ കൊണ്ടുവന്നാൽ ഒട്ട് തുറക്കത്തുമില്ല. എനിക്ക് ബഹുമാനപ്പെട്ട എം ഫിലിപ്പ് അവരോട് സന്തോഷം തോന്നുന്നതാണ്ട് തുറന്നു വെച്ചുകൊണ്ടിരിക്കുക. ചിലർ ഇതുവരെ തുറന്നുമില്ല. കാരണം അവരുടെ കുഴപ്പമല്ല, അവർക്കിതെല്ലാം അറിയാം. അപ്പൊ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ലേഖനത്തിലെ തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. തെളിവിനൊരു വാക്യം വായിച്ചു. രണ്ടാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം വായിക്കുന്നത് നമ്മുടെ ഷിബിൻ പാസ്റ്ററുടെ സഹധർമ്മിണിയാണോ? നന്നായിട്ട് വായിക്കുന്നുണ്ട്. വായിച്ചു. ഇപ്പോഴാണ് അടുത്ത കാലത്ത് ആരും എനിക്ക് വായിച്ചു തരികയില്ല. അത് വലിയ വിനയായി തീർന്നിരിക്കുക. വായിക്കാം, പാസ്റ്റർമാരും വായിച്ചു തരികയില്ല. പിന്നെ ചിലരങ്ങ് സമർപ്പണത്തോടെ അങ്ങ് അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിന് വായിച്ചു തരാത്ത ഉള്ളതങ്ങ് വായിച്ചാൽ പോരെ. അപ്പം വായിച്ചു തരികയല്ലേ ഓർത്തോണം, നീ ഉള്ളതല്ല. അതുകൊണ്ടാണ് ഉള്ളതങ്ങ് വായിച്ചാൽ ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഉള്ളതല്ലേ വായിക്കുന്നേ. വായിച്ച രണ്ടാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. മതി അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. രണ്ടാം ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. എതിർ ക്രിസ്തുവിന് പല പേരുകൾ വേദപുസ്തകത്തിൽ സന്ദർഭ അടിസ്ഥാനമായിട്ട്, സ്വഭാവ അടിസ്ഥാനമായിട്ട്, വിഷയാധിഷ്ഠിതമായിട്ട് പേര് കൊടുത്തിട്ടുണ്ട്. എതിർ ക്രിസ്തു, നാശയോഗൻ, തുമ്പുകെട്ടയടകൻ, വരുവാനുള്ള പ്രഭു, അധർമ്മമൂർത്തി, അധർമ്മത്തിന്റെ മർമ്മം, ഇങ്ങനെ പല പ്രയോഗങ്ങൾ തിരുവചനത്തിലുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നുകൂടെ വായിച്ചോ, 2-9. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി, അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി, അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി, വഴി ഒരുക്കും നിസങ്ങൾ ഭൂമിൽ, വഴിയൊരുക്കും നിസങ്ങൾ. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി, വഴി ഒരുക്കും നിസങ്ങൾ ഭൂമിൽ, വഴി ഒരുക്കും നിസങ്ങൾ. എൻ പ്രിയനേ എന്തിനീ താമസമോ, എൻ പ്രിയനേ എന്തിനീ താമസമോ, എന്നുള്ളതിൽ ആശ നിൻ മുഖം കാണാൻ, എന്നുള്ളതിൽ ആശ നിൻ മുഖം കാണാൻ. രാഷ്ട്രീയ മത്സരത്തിൽ മധ്യത്തിൽ അവർ ദൈവ, രാഷ്ട്രീയ മത്സരത്തിൽ മധ്യത്തിൽ അവർ ദൈവ രാജ്യത്തെ മറന്നിടുന്നു, ദൈവ രാജ്യത്തെ മറന്നിടുന്നു. എൻ പ്രിയനേ എന്തിനീ താമസമോ, എൻ പ്രിയനേ എന്തിനീ താമസമോ, എന്നുള്ളതിൽ ആശ നിൻ മുഖം കാണാൻ, എന്നുള്ളതിൽ ആശ നിൻ മുഖം കാണാൻ. അപ്പൊ ശ്രദ്ധിക്കുക, രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. അതാ തെളിവിന് വാക്യം വായിച്ചത്. അറിവുള്ള കാര്യമാണല്ലോ. ഒന്നാം ലേഖനം നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്.
യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നമുക്കറിയാം 1-ാം ലേഖനത്തിന് 5 അധ്യായമുണ്ട്. 5 അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചിരിക്കുക. അറിവുള്ള വാക്യമാ വായിച്ചോ? എന്നാ ജോസേ അങ്ങോട്ട് ചാർജ്? അപ്പോൾ 1-ാം ലേഖനത്തിന് 5 അധ്യായമുണ്ട്. 5 അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചു. ദൈവദാസി എന്ന് വായിച്ച് സഹായിച്ചു. 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യവും 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യവും 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യവും 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള വാക്യവും 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യവും ക്രമത്താലെ വായിച്ച് സഹായിച്ചാട്ടെ. 1-ന്റെ 9-ഉം 10ഉം. യേശു പ്രത്യക്ഷപ്പെടുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരും. എന്നിട്ട് ഒരു സന്തോഷമില്ല. അത് ഞാനിപ്പോ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചുമ്മാ ഇടണ്ട. ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തു വീണ്ടും വരും, പ്രത്യക്ഷപ്പെടും. അതാ വാക്യത്തിലെ അർത്ഥം. ഇനി ദൈവദാസി 2-19. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ മുൻപാകെ അവിടുത്തെ പ്രത്യക്ഷത, അവിടെയും പ്രത്യക്ഷപ്പെടുമെന്നാണ് തെളിയിച്ചിരിക്കുന്നത്. ഇനി 3-ാം അധ്യായത്തിന്റെ 13. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത കണ്ടോ. 3-ാം അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. ഇനി നമുക്കെല്ലാം പരിചിതമാണ് 4-13 മുതൽ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെ യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്ത് കർത്താവിന്റെ പ്രത്യക്ഷത വരെ. പിന്നെ 16-ാം വാക്യം എല്ലാവർക്കും മനപ്പാടമാ. കർത്താവ് താൻ അതെല്ലാവർക്കും മനപ്പാടം പറയാറുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 4-ാം അധ്യായത്തിലും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. ഇനി 5-ാം അധ്യായത്തിന്റെ 23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. ആത്മാവും പ്രാണനും ദേഹവും നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അപ്പൊ ശ്രദ്ധിച്ചേ, 1-ാം ലേഖനം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും 2-ാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും. 1-ാം ലേഖനമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ 1-ാം ലേഖനത്തിൽ വളരെ കർക്കശമായി സ്ഥാപിച്ചിരിക്കുക, യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും, യേശു ക്രിസ്തു വീണ്ടും വരും. ഇതൊക്കെ നന്നായിട്ട് പഠിക്കുന്നവരും പഠിപ്പിച്ചവരും പ്രസംഗിക്കുന്നവരുമായി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. 2ാമത്തെ വരവിന് 2 ഘട്ടമെന്നാണ് നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അങ്ങനെ തന്നെ മേഘപ്രത്യക്ഷതയും മഹത്വപ്രത്യക്ഷതയും. ദൈവത്തിന് മഹത്വം. മേഘപ്രത്യക്ഷത സഭയെ ചേർക്കാൻ വരുന്നതാ, മഹത്വപ്രത്യക്ഷത സഭയുമായിട്ട് ഇങ്ങോട്ട് വരുന്നതാ. ദൈവത്തിന് മഹത്വം. അപ്പോൾ മേഘപ്രത്യക്ഷതയും മഹത്വപ്രത്യക്ഷതയും. 1-ാം അധ്യായത്തിന്റെ 9-10 ഒന്നുകൂടെ വായിച്ചാട്ടെ ദൈവദാസി. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം? ദൈവത്തിന് മഹത്വം. അപ്പൊ പൗലോസ് തെസലോനിക്കരോട് ചോദിക്കുക, അല്ലയോ തെസലോനിക്ക സഭാവിശ്വാസികളെ, തെസലോനിക്കരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ എങ്ങനെയാ വന്നേ? വെറുതെ ഇനി വന്നതല്ല, അതിന്റെ മുമ്പിൽ ഒത്തിരി അധ്വാനമുണ്ട്. ഇപ്പൊ ഈ കൂട്ടായ്മ വെറുതെ ഒന്നും തുടങ്ങാനൊക്കത്തില്ല, അതിന്റെ മുമ്പിൽ അധ്വാനം. ചിലപ്പോൾ നിങ്ങളുടെ ഓരോ സൗകര്യമൊന്നുമില്ല, ഇരിക്കാൻ ഇടയൊന്നുമില്ല. പക്ഷെ ഇതിന്റെ മുമ്പിൽ ഒത്തിരി അധ്വാനമുണ്ട്. ഏത് സഭയോ ആരംഭിച്ച് ഇപ്പൊ ഈ സ്ഥലം മാറി വരുന്നവർക്ക് സഭയോട് എല്ലാവർക്കും വലിയ കൂറൊന്നും ഇല്ല. പക്ഷെ അതിന്റെ ആരംഭത്തിൽ കഷ്ടപ്പെട്ട് ഒരു വേല, എന്റെ ഭാഷ പച്ച പിടിപ്പിച്ചുകൊണ്ട് വരാൻ അധ്വാനിച്ച് യത്നിച്ച ഒത്തിരി പേരുണ്ട്. തല്ലി കലക്കുന്നവന് വന്ന് കലക്കിയേച്ച് അടുത്ത സെന്ററിൽ കയറി അല്ലെ ആരെയും 2-3 അടിച്ചേച്ച് പമ്മി ഇരുന്നാ മതി. അങ്ങനെയുള്ള ബിരുദന്മാർ ഒത്തിരി ഉണ്ട്. തല്ലിക്കലക്കി വെച്ച് പിന്നെ ചിലര് പോകുമ്പം ഉള്ളതിനെ പിരിച്ചങ്ങ് പോകും. ഏതായാലും ഞാൻ പോവാ, എന്നാ പിന്നെ ഇതുങ്ങളെല്ലാം
പുറകെ വരുന്ന പുള്ളി കിടന്ന് കഷായിക്കുക. പിന്നെ പുള്ളി 21ഉം 7ഉം ഒക്കെ ഇരുന്ന് ഒരു പരുവത്തിന് എന്നെ ഒന്നും അറിയാൻ മേലാത്ത പോലെ ഇരിക്കുന്നു. ഉള്ള കാര്യമാണ്. ഏത് വേല നിങ്ങളെടുത്തി അതിന്റെ മുമ്പിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. പൗലോസ് അതുകൊണ്ടാണ് ചോദിക്കുക, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം? ഒത്തിരി ബന്ധപ്പെട്ട നമുക്കറിയാം. തിരുവെടുത്ത് പഠിപ്പിക്കുമ്പോൾ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. പണ്ടൊക്കെ പരിശുദ്ധാത്മാവ് വിലക്കുന്നതും അയക്കുന്നതും ആക്കുന്നതും. ഇപ്പം പരിശുദ്ധാത്മാവിനൊന്നും വലിയ പ്രാധാന്യം പലരും. ഇപ്പൊ തന്നെ അന്നേരം കൺവെൻഷന് പ്രസംഗിക്കുന്ന ആരാന്ന് കൗൺസിലും കമ്മിറ്റിയും തീരുമാനിക്കുക. അത് വലിയ വലിയ കൺവെൻഷനാണ്. കാശ് അങ്ങോട്ട് കൊടുത്ത മിടുക്കന്മാര് പ്രസംഗിക്കും. മുഴുവൻ ചള്ളും പൊട്ടുവായി പറയാന്നെ. പിന്നെ നമ്മളും കേട്ടിരുന്ന അങ്ങ് എന്നാ ചെയ്യാനാ. അപ്പൊ നമ്മൾ പുള്ളി ഇപ്രാവശ്യം എത്ര ലക്ഷം രൂപ അതുകൊണ്ട് പുള്ളിക്ക് സഭായത്തിന് തന്നെ മനുഷ്യനെല്ലായിരുന്നു ഞൊട്ടയും വിട്ട് ഉറക്കവും തൂങ്ങി എത്ര കുപ്പി വെള്ളമാ കുടിച്ചു തീർക്കുന്നെന്നറിയാം. ഞാൻ തമാശ പറഞ്ഞതല്ല. പുള്ളിയുടെ തന്നെ കാശും ഇഷ്ടം പോലെ. എന്നാളെ പറഞ്ഞ കാശെടുത്ത് വീശുകയാണ്. നമ്മുടെ ഈ വീശാനില്ലാത്തതുകൊണ്ട് നമ്മളെ ആരും അങ്ങനെ ഞാൻ പറയുന്ന വല്ല കാര്യവും പിടികിട്ടുന്നുണ്ടോ? ഇതിന് ചിരിച്ചിരിക്കുന്ന ഉള്ള കാര്യമായി പറയാം. എനിക്ക് ശ്വാസമൊക്കെ പിടികിട്ടുന്നില്ലേ? പുള്ളിക്ക് ഇതെല്ലാം പിടികിട്ടും. കാരണം പഴയ ആളല്ലേ. ദൈവത്തിന് അദ്ദേഹത്തിന്റെ പിതാവ് എന്നെ വലിയ കാര്യമായിരുന്നു. തെങ്ങമ്പള്ളി ശൗമേല് സാറ്. എത്രയോ യോഗങ്ങൾക്ക് ആ വീട്ടിൽ പോവുകയും വിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ആ മാന്യ കർത്തൃദാസനെ ദൈവത്തിന്റെ മകൻ. അദ്ദേഹത്തിന്റെ വീട്ടുകാർ വലുമായിട്ട് വളരെ അടുപ്പമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതറിയാം. അപ്പോൾ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അപ്പൊ പണ്ടൊക്കെ അല്ലെങ്കിൽ ആരംഭ സമയത്തൊക്കെ പരിശുദ്ധാത്മാവ് അയക്കുന്നത്, പരിശുദ്ധാത്മാവാണ് അയക്കുന്നത്. ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാ കൗൺസിലോ കമ്മിറ്റിയോ ഒന്നും അല്ല തീരുമാനിച്ചത്. ഇന്നിപ്പോ എല്ലാവരുടെ വട്ടമിടുന്ന ചാരിയൊക്കെ വിളിക്കണം. നമുക്ക് പുള്ളിയെ വിളിക്കാം. പുള്ളിയെ വിളിക്കണ്ട, അയാളെ വിളിച്ച അയാൾ നമുക്കിട്ട് താങ്ങുമെന്ന്. പിന്നെ നമുക്കിട്ട് താങ്ങാത്തത് ആരാ? ആ താങ്ങാത്ത 3-4 പേരെ അവര് വന്ന് നമ്മളെ നന്നായിട്ട് സുഖിപ്പിച്ചേച്ച് നന്നായിട്ട് അങ്ങ് കളത്ത് നമുക്ക് അങ്ങ് കയറി ചെല്ലാം. പക്ഷേ സ്വർഗം പ്രസാദിക്കണം. അങ്ങനെ എന്നെ ചിലര് വിളിക്കാണ്ട് പറഞ്ഞ ചില സെന്ററിലൊക്കെ പറ അയാളെ വിളിക്കണ്ടെന്ന്. അപ്പൊ ചിലര് പറയും പുള്ളിയെ നമുക്കൊന്ന് വിളിക്കാം. അയാളെ വിളിക്കണ്ട, അയാൾക്ക് ബോധവും വെളിവൊന്നും ഉള്ളവനല്ലെന്ന്. എന്നാൽ ഇവനും വന്നിരുന്ന് കേൾക്കും കേട്ടോ. അടുത്ത സ്ഥലത്ത് യോഗം വെക്കുമ്പോ ഇവനും അമ്മി വന്നിരുന്ന് കേൾക്കും. അതും എനിക്കറിയാം. നിങ്ങൾക്ക് തന്നെ ഒരു അരുതാഴിയെ പോലെ ടെസ്റ്റിംഗ് ഒന്നും അല്ലെന്നേ. എന്തെങ്കിലും അതിനകത്ത് കിട്ടുമോന്നറിയാൻ. എന്നെ പൂട്ടാൻ ദൈവത്തിന് മഹത്വം. ഞാനൊന്നും അധികം പറയുന്നില്ല. എന്തിനാ അധിക പ്രസംഗം. പരിശുദ്ധാത്മാവ് തന്നെ അയക്കണം. പരിശുദ്ധാത്മാവായി വേല തുടങ്ങാൻ പ്രേരണ കൊടുത്തെങ്കിൽ വളർത്താൻ ദൈവം വിശ്വസ്തനാ. പരിശുദ്ധാത്മാവാണ് നിയോഗം തന്നെങ്കിൽ ഇതിനെ മാനിക്കുവാൻ ദൈവം വിശ്വസ്തനാ. ദൈവത്തിന് മഹത്വം. അപ്പൊ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ്. അപ്പോൾ അവരവിടെ നിന്ന് യാത്ര ചെയ്ത് മുൻപോട്ട് വന്നു. ആ ഭാഗമൊക്കെ നമുക്കറിയാം. പിന്നെ ഫിലിപ്പിയ പട്ടണത്തിൽ വന്നു. മക്കതോന്യക്കാരൻ പുരുഷൻ നിലവിളിക്കുന്ന കേട്ടു. അതിന്റെ വെളിച്ചത്തിൽ വന്നു. അവിടെ വെച്ച് പ്രശ്നങ്ങൾ രൂക്ഷമായി. പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ച് പൗലോസും ശിലാസും ഒക്കെ പോയപ്പോൾ ആമേൻ വെളിച്ചപ്പാടത്തിക്കാരിയെ കണ്ടു. അതിനിടയ്ക്ക് ലുദിയായും കുടുംബവും രക്ഷിക്കപ്പെട്ട് ദൈവകൃപയെ വന്നു. വെളിച്ചപ്പാടത്തിക്കാരുടെ ഭൂതം പോയി. അതോടെ പ്രശ്നമായി. യജമാനന്മാരുടെ ലാഭം പോയി. ഇവരെ പിടിച്ചടിച്ചു ഉപദ്രവിച്ചു. കാരാഗൃഹത്തിലിട്ട് അവിടെയും തോറ്റുകൊടുത്തില്ല. എന്റെ ഭാഷയാ പാട്ടുപാടി പ്രാർത്ഥിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി. അന്ന് രാത്രി കാരാഗൃഹ പ്രമാണി രക്ഷിക്കപ്പെട്ടു. നമ്മൾ അല്പം കഷ്ടം സഹിച്ചാലും ചിലർ അത് രക്ഷയ്ക്കായിട്ട് ഉതകും. ഇന്നിപ്പോ ആർക്കും കഷ്ടം സഹിക്കാനൊന്നും ഒന്നും വയ്യ. എല്ലാവരും അങ്ങ് പ്രവർത്തനമായി. ഞങ്ങൾക്കൊരു വേവിച്ചം പറയുന്നു പ്രവർത്തനം. എന്നെ വേവിച്ച പ്രവർത്തനമാണ്. എന്നും അങ്ങ് പ്രവർത്തനമാണ്. ആര് ഗുണമാകാനാ? കഷ്ടം സഹിക്കാനോ ഒന്ന് വിനയപ്പെടാനോ ഒന്ന് സമർപ്പിക്കാനോ നമുക്ക് പലർക്കും ഒക്കുന്നില്ല. നാം ഒന്ന് സമർപ്പിച്ചാൽ, ഏൽപ്പിച്ചു കൊടുത്താൽ, നിന്നയേറ്റാൽ, അപമാനമേറ്റാൽ, കഷ്ടം സഹിച്ചാൽ അത് അനേകർക്ക് വിടുതലാ.
എന്തിനേറെ അങ്ങനെ വലിയ പ്രതിസന്ധി ഉണ്ടായി. പക്ഷെ അവിടുന്ന് ദൈവം രക്ഷിച്ചു. അങ്ങനെ അവർ അവിടുന്ന് യാത്ര ചെയ്ത് ഇവര് തെസ്സലോനിക്കയിലെത്തി. വായിച്ച് അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-2 തിരുവെടുത്തുകൾ വായിക്കാം. വേഗത്തിൽ വായിച്ചാട്ട് 16-ാം അധ്യായത്തിലാണല്ലോ ഫിലിപ്പിയയിലെ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ഇനി 17-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. തെസ്സലോനിക്കയിലെത്തി. കണ്ടോ, പൗലോസ് ചോദിച്ചല്ലോ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു? അതിങ്ങനെ വന്നേ, ഭാഗമെല്ലാം ഒന്നും എടുക്കുന്നില്ല, കർത്താവിന്റെ മഹത്വം. അങ്ങനെ ഇവര് തെസ്സലോനിക്കയിലെത്തി. അടുത്ത വാക്യം. യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാ. അങ്ങനെ സംസാരിക്കണ്ടേ? ഏത് കാര്യം പറഞ്ഞാലും തിരുവെഴുത്തിന് ആധാരം ഉണ്ടായിരിക്കണം. വേറെ പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യം ഏത് കൊലകൊമ്പം പറഞ്ഞാലും അംഗീകരിക്കരുത്. വടക്കുണ്ടാക്കണ്ട, അങ്ങ് വിട്ടുകളഞ്ഞേക്കണം, അംഗീകരിക്കരുത്. അത് ഞാനാന്നേലും കൊള്ള, IPCയുടെ പ്രസിഡന്റ് ആണെന്നേലും കൊള്ള, അസംബ്ലീസ് കോഡിന്റെ സൂപ്രണ്ട് ആണെന്നേലും കൊള്ള, ചർച്ച് കോഡിന്റെ ഓവർഹിയർ ആണെന്നേലും കൊള്ള, ഏത് പൊന്നുമോ പറഞ്ഞാലും വേറെ പുസ്തകത്തിൽ ഇല്ലാത്തത് അംഗീകരിക്കരുത്. അതിന് ആമേനും പറയരുത്. ചിലപ്പോൾ അവര് പറയും, കൈ ഒന്ന് അടിച്ചാട്ട് ഒരാമയും പറഞ്ഞാട്ട് സൗകര്യമില്ലെന്ന് പറയും. ഇവര് പറയാൻ പാടില്ല, ആമയും പറയാണ്ടിരിക്കാന്ന്. വേറെ പുസ്തകത്തിലുള്ളത് പറയുമ്പോൾ ഒന്നും നിർബന്ധിക്കേണ്ടത്, അന്നേരം ആമയെ പറഞ്ഞോളും. അവരെ കൂടെ കൂടെ അലവാങ്കിട്ട് ഇളകും പോലെ ഇളകുവൊന്നും വേണ്ട. ചെല്ലുമ്പോൾ എന്നാ കൈയടിക്കാത്ത? എടേ, എന്തെങ്കിലും ഒന്ന് അനുഭവത്തിലുണ്ടെങ്കിലല്ലേ അടിക്കാൻ പറ്റുള്ളൂ. ചുമ്മാ ഇരുന്ന് ഇങ്ങനെ പടക്കം അടിക്കും പോലെ അടിക്കാൻ പറ്റുമോ? ഇതൊന്നും നിർബന്ധിക്കേണ്ടത്, കേൾക്കുമ്പോ കൈ അടിച്ചോളൂ വന്നേ. സ്തോത്രം പറയാവൊന്ന് കൂടെ കൂടെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കേൾക്കുമ്പോ അകത്തിന്ന് വന്നോളും. പ്രൈസ് ദി ലോർഡ്. ഇത് അകത്തിന്ന് വരുന്നതാ. ദൈവത്തിന് മഹത്വം. ഇപ്പൊ പാട്ടുകാര് ജോസന്റെ കാര്യമല്ല കേട്ടോ. പാട്ടുകാര് ഇനി നമുക്ക് കൈ അടിച്ച് അന്യഭാഷ പറയാൻ അന്നേരം പറയുന്നതാണോ ഇത്? ഇനി നമുക്ക് കൈ അടിച്ച് കൈ അടിച്ചിനി നമുക്ക് അന്യഭാഷ പറയാന്ന്. ഉടനെ ആ പാട്ടുകാർ ചിലര്, എല്ലാവരും അല്ല, പാടുന്ന ട്യൂണിന് 2-3 മറുഭാഷ. ഇതൊക്കെ കേൾക്കുമ്പോൾ അറിയാം ഇവൻ കയ്യിൽ നിന്നിട്ട്. പാസ്റ്റർമാരും ഉണ്ട്, ഒന്നെങ്കിൽ വിഷയം കിട്ടുകയല്ലേ വാക്യം മറന്ന് ഉടനെ മറുഭാഷ. അതിനുള്ളതാണോ ഇത്? ആട്ടെ, എന്നെ ചെയ്യാൻ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇവിടെ ഈ തെസ്സലോനിക്കയിലെത്തി തിരുവെഴുത്ത് ആധാരമാക്കി. ഒന്നുകൂടെ ഉറപ്പിച്ചും പറയാം, വേറെ പുസ്തകത്തിലില്ലാത്ത ഒരു കാര്യം അംഗീകരിക്കരുത്. അത് ആര് പറഞ്ഞാലും അതിന് യോജിക്കരുത്. ആര് പറഞ്ഞാലും അതിന് ആമേനും പറയരുത്. നമ്മുടെ അടിസ്ഥാനം തിരുവചനമാണ്. പ്രസിഡന്റ് പറഞ്ഞപ്പോ നമ്മൾ അങ്ങനെ ആമേൻ പറയാതെ പ്രസിഡന്റിന് വെളിവുകാടായിരിക്കും. നേതാവ് പറയുമ്പോൾ നമ്മൾ ഏലായിട്ട് കൊടുത്തില്ലേ, സ്ഥലമാറ്റത്തെ ബാധിക്കും. എന്തിന് സ്ഥലമാറ്റത്തെ ബാധിക്കും? നീ അങ്ങ് മാറിയാൽ മതി. വണ്ടി ഞങ്ങളുടെ ബാബച്ചനോട് ചോദിച്ചു, ഇപ്പൊ സെന്ററിലാണ്. പുള്ളി പറഞ്ഞു സെന്റർ അവിടെ ഉണ്ട്, ഞാൻ ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. സെന്റർ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം. നമ്മുടെ അടിസ്ഥാനം ദൈവവചനമാണ്. തിരുവെഴുത്തുകളെ ആധാരമാക്കി 3 ശബത്തിൽ അവരോട് സംസാരിച്ചു. അടുത്ത വാക്യം. യേശുക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു. അതൊക്കെ പറയാൻ കാര്യമുണ്ട്. വേറെ യേശു ആയിട്ട് ഒത്തിരി പേര് രംഗത്തുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഒത്തിരി പേരുണ്ട് വേറെ യേശു ആയിട്ട് വന്നിരിക്കുക. പക്ഷെ പൗലോസ് പറയാൻ, ഞാൻ ഈ പ്രസംഗിക്കുന്ന യേശു. അത് ശ്രദ്ധിച്ചോണം, സൂക്ഷിച്ചോണം. അടുത്ത വാക്യം വിവരിക്കുന്നില്ല. അടുത്തത്, അവരിൽ ചിലര്, അവരിൽ യഹൂദന്മാര് കുറച്ച് പേര്, പിന്നെ ഭക്തിയുള്ള യവനന്മാര് വലിയൊരു കൂട്ടം, പിന്നെ മാന്യ സ്ത്രീകളിൽ. ഇങ്ങനെയാണ് തെസ്സലോനിക്ക സഭയുണ്ടാകുന്നത്. നല്ലൊരു സഭ. യഹൂദന്മാര് കുറച്ച് പേരും ഭക്തിയുള്ള യവനന്മാര് വലിയ കൂട്ടും, മാന്യ സ്ത്രീകളിൽ കുറച്ച് പേര്. ഇങ്ങനെ ഒരു സഭ
തെസ്സലോനിക്കയിലുണ്ടായി. അതാ 1:9 ചോദിക്കുക, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു? അതിങ്ങനാ സാധിച്ചത്. ഓടിച്ച് മുമ്പോട്ട് പോകാം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായിരുന്നു തെസ്സലോനിക്ക സഭ. ഈ സഭയ്ക്ക് ഒത്തിരി ക്വാളിറ്റി ഉണ്ട്. തെറ്റിയോ ഇംഗ്ലീഷ്? ഇല്ലല്ലോ. ക്വാളിറ്റി എന്തുവാ? ക്വാളിറ്റി, അത് തന്നെ ഞാനും പറഞ്ഞു. അപ്പോൾ ഒത്തിരി വിശേഷതകൾ, വൈശിഷ്ട്യം ഉള്ള അനുഗ്രഹിക്കപ്പെട്ട സഭയാ തെസ്സലോനിക്ക സഭ. എന്താ ഈ സഭയുടെ വിശേഷതകൾ? ഒന്ന് വായിച്ച് 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 1:7. 1-ാം അധ്യായം 1:7 വാക്യം. 1-ാം ലേഖനം 1:7. അടുത്ത വാക്യം. അടുത്ത വാക്യം. അപ്പോൾ ഒന്ന്, ഇവരുടെ വിശേഷത, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. 8-ാം വാക്യത്തിൽ ഒന്നുകൂടെ ഓർപ്പിച്ചല്ലോ, വായിച്ച് ദൈവദാസി 8. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മക്കദോന്യയിലും അഖായിയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം. എന്റെ പ്രിയരെ, നമ്മുടെ പേരും പ്രശസ്തിയൊന്നുമല്ല വരേണ്ടത്. ബോർഡ് കണ്ടല്ല കണ്ടത്. ആമേൻ. വിശ്വാസമായിരിക്കണം പ്രസിദ്ധമാകണ്ടേ. തെസ്സലോനിക്കരുടെ വിശേഷത, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാ. റോമാക്കാരുടെ വിശ്വാസം അങ്ങനെ ലോകപ്രസിദ്ധമെന്ന. അപ്പോൾ നമ്മുടെ വിശ്വാസമാ പ്രസിദ്ധമാകണ്ടേ, നമ്മളല്ല. നമ്മുടെ കുടുംബ മഹിമയോ വിദ്യാഭ്യാസത്തിൻ്റെ വിശേഷത തെറ്റാന്നല്ല, വിശേഷതയോ അല്ലെങ്കിൽ ബിസിനസ്സോ മറ്റു കാര്യങ്ങൾ, ഇതൊന്നും അല്ല പ്രസിദ്ധമാകേണ്ടത്. വിശ്വാസം പ്രസിദ്ധമാകണം. എന്താ നമ്മുടെ വിശ്വാസത്തിന്റെ വിശേഷത? ഇത് അതിവിശുദ്ധ വിശ്വാസമാണ്. യൂദയുടെ ലേഖനം 20-ാം വാക്യത്തിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. നിങ്ങളിൽ അതിവിശുദ്ധ വിശ്വാസം. ഇത് നമ്മുടെ വിശുദ്ധി കൊണ്ട് കിട്ടിയതല്ല, വിശുദ്ധനിൽ നിന്ന് ലഭിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ വിശ്വാസം തള്ളിക്കളഞ്ഞ് ജീവിക്കരുത്. നമ്മുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. ദൈവത്തിന്റെ മഹത്വം. നമ്മളെ ആരും അറിയത്തില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എല്ലാവരും അറിയണം. ദൈവത്തിന് മഹത്വം. പണ്ടത്തെ പെന്തിക്കോസുകാരൊക്കെ അങ്ങനെ ആൾക്കാരെ ഒന്നും അറിയത്തില്ലെങ്കിൽ ഇവരുടെ വിശ്വാസം ഭയങ്കരം, എല്ലാവരും അറിയും. പലരും കണ്ടിട്ട് ഇന്ന് എല്ലാവരെയും കാണുന്നുണ്ട്, പക്ഷേ വിശ്വാസം ഒന്നും എല്ലാവരും ആദ്യം ഉടനെ കാണും. എന്നാളൊരു തള്ള എന്നോട് പറഞ്ഞു, എന്നും കണ്ടേച്ചേ കിടക്കുവോളം. എങ്ങനെയുണ്ട്? നമ്മളെ അല്ല കാണേണ്ടത്, അറിയേണ്ടത് വിശ്വാസം അറിയണം. പണ്ട് കാലത്ത് എല്ലാവരും ഒന്നും ആർക്കും അറിയത്തില്ല, പക്ഷെ അവരുടെ വിശ്വാസം പ്രസിദ്ധമാണ്. പാമ്പ് കൊത്തി, മരുന്നെടുത്തില്ല, യേശു സൗഖ്യമായി. ഈ കൊത്തു മേടിച്ച തള്ളെ കണ്ടില്ലെങ്കിലും വിശ്വാസം അറിഞ്ഞു. വിശ്വാസം എല്ലാവരും അറിഞ്ഞു. ഇതായിരിക്കണം. മഞ്ഞപ്പിത്തം വന്ന് അങ്ങേയറ്റം പറ്റി ചാകുമെന്ന് എല്ലാവരും പറഞ്ഞു, പക്ഷെ അവൻ പ്രാർത്ഥിച്ചു, യേശു സൗഖ്യമാക്കി. ആ മഞ്ഞപ്പിത്തം വന്ന വ്യക്തിയെ കണ്ടില്ല, വിശ്വാസം എല്ലാവരും അറിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. മരണത്തിന് കീഴ്പ്പെട്ടു പോയതാ, മരിച്ചെന്ന് ഡോക്ടർമാരും വിധി എഴുതി. എന്നാൽ ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു, അവൻ വീണ്ടും ജീവൻ കിട്ടി എഴുന്നേറ്റു. വ്യക്തിയെ കണ്ടില്ല, പക്ഷെ വിശ്വാസം എല്ലാവരും അറിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. കടഭാരത്താൽ മുടിഞ്ഞു പോകേണ്ടതാ. അവൻ ആത്മഹത്യയുടെ വക്കിൽ വന്ന് ആത്മഹത്യ ചെയ്യാനിരിക്കും, പക്ഷെ ദൈവശബ്ദം കേട്ട് ഈ മാർഗത്ത് വന്നു. വ്യക്തികളെ നമ്മൾ ആരും കണ്ടിട്ടില്ല, പക്ഷെ വിശ്വാസം വലുതാണ്. പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ ഈ മൈക്ക് ഇപ്പൊ ഇവരുടെ കയ്യിലോട്ട് കൊടുത്താൽ ഇതുപോലത്തെ ഒരു 50 സംഭവം ഇവര് പറയും. അത് ഉണ്ടല്ലോ, അറിയാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ പേരല്ല വിഷയം, നമ്മുടെ ഫോട്ടോ ഒന്നും അല്ല വിഷയം, നമ്മുടെ വിശ്വാസം അറിയണം. നിന്റെ അയലത്തുകാരറിയണം നിന്റെ വിശ്വാസം, നാട്ടുകാരറിയണം നിന്റെ വിശ്വാസം, ദേശക്കാരറിയണം നിന്റെ വിശ്വാസം, രാജ്യങ്ങളും രാഷ്ട്രങ്ങളും അറിയണം നിന്റെ വിശ്വാസം വലുതാണ്. അപ്പൊ തെസ്സലോനിക്കരുടെ വിശേഷതകളിൽ ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്.
ദൈവത്തിന് മഹത്വം. ഇവരുടെ വിശേഷത ഞാൻ ഓർപ്പിച്ചല്ലോ വാക്യത്തിലുണ്ട്. രണ്ടാമത്തെ വിശേഷത, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാണ്. 1:7. കണ്ടോ? 1, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. 2, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാണ്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഏതാ വിശ്വാസമൊക്കെ പ്രസംഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വിശ്വാസത്തിന്റെ നിർവചനം എന്താണ്? വിശ്വാസം എങ്ങനെയാണ്? വിശ്വാസം നാം ഇങ്ങനെ ആയിരിക്കണം. വിശ്വാസത്തിന്റെ ഗ്രീക്ക്, ഹീബ്രു മൂലഭാഷ, എൻ്റെ ലാറ്റിൻ പദം, അതൊക്കെ നല്ലതാ. പഠിക്കുന്നത് നല്ലതല്ലേ? സ്തോത്രം. പക്ഷേ ഈ മാതൃകയോടെ പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതിനൊത്തിരി വില കൊടുക്കണം, കഷ്ടം സഹിക്കണം, അപമാനമേക്കണം. എബ്രായ ലേഖനത്തിലെ വാക്യം കടമെടുത്ത് പറഞ്ഞാൽ സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിക്കണം. ഏതാ? മാതൃകയോടെ നിൽക്കണമെങ്കിൽ. അതൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല. ഇപ്പൊ തന്നെ ചിലക്ക് അങ്ങ് പോയാൽ കൊള്ളാന്നുണ്ട്. ഇനിയിപ്പോ ഇതിങ്ങനെ ആയതുകൊണ്ട് പോകുകയെന്ന് തോന്നുന്നു. മാതൃകാ വിശ്വാസികളാകാൻ വലിയ മാതൃക എല്ലാത്തിലും വേണേ. സംസാരത്തിലും സമീപനത്തിലും ഇടപാടിലും വസ്ത്രധാരണത്തിലും ആരാധനയിലും കൊടുക്കവാങ്ങലിലും ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഒരു ദൈവപൈതലിന് മാതൃക. ഞായറാഴ്ച 10 മുതൽ 1 മണി വരെ അല്ല മാതൃക, നല്ല മാതൃകയാ. വന്നിരിക്കുന്ന കൊക്കിരിക്കുന്നത് പോലെ വന്ന് പമ്മി ഉള്ള ഇരിപ്പുമൊക്കെ കണ്ടാണ്. ചിലക്ക് ഫിക്സഡ് കസേരയാ, അതിൽ ജീവനുള്ളവൻ കയറി ഇരിക്കത്തുമില്ല. നമ്മൾ പറയാതെ ആരുടെ അയ്യോ അത് വേവിച്ചാൻ്റെ കസേരയാ, വേവിച്ചാൻ വന്നാലും കൊള്ളാം, വന്നില്ലേലും കൊള്ളാം, വേറൊരുത്തിന് അതിനകത്ത് ഇരിക്കുക. പേടിയാ. ഇപ്പൊ സഭയിലെല്ലാം ജയലളിത പോകുമ്പോൾ കസേരയായിട്ട് ജയലളിത പോകുമ്പോ അങ്ങനെ ആയിരുന്നു. കൂടെ പുറകിലൊരു വണ്ടി കൊണ്ട് പുള്ളിക്കാരിക്ക് അത് വന്നു. ദൈവത്തിന് മഹത്വം. മാതൃകാ വിശ്വാസികളായിട്ടിരിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. മാതൃകാ വിശ്വാസികളുണ്ട്, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. പക്ഷെ അവരെ എല്ലാവർക്കും അറിയത്തില്ല കേട്ടോ. തന്നെയല്ല, മാതൃകാ വിശ്വാസികൾ എപ്പോഴും അങ്ങനെ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കത്തുമില്ല. അതാ ഇരിക്കട്ടെ ഇംഗ്ലീഷ്, അത് നല്ല കാര്യമല്ലേ? അവരറിയാൻ താല്പര്യപ്പെടുന്നില്ല. മാതൃക ഇല്ലാത്തവരാ എപ്പോഴും എല്ലാരും കാണണം, എല്ലാരും അറിയണമെന്ന് പറഞ്ഞിങ്ങനെ ഫോട്ടോയ്ക്ക് മാതൃകാ വിശ്വാസികളായിരിക്കണം. അപ്പൊ 1, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം, തെസ്സലോനിക്കന്റെ. 2, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികൾ. ഇവരുടെ മാതൃക ഒത്തിരി ഉണ്ട്, എല്ലാം പറയാൻ നേരമില്ല. 2 കാര്യം പറയാം. എന്താ ഇവരുടെ മാതൃക? ഇവരിൽ നിന്ന് പഠിക്കേണ്ടത്, ഇവരിൽ നിന്ന് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്, കണ്ടുപഠിക്കേണ്ടത്, ഇവരിൽ നിന്ന് നമ്മൾ സ്വായത്തമാക്കേണ്ടത് എന്തുവാ മാതൃക? 1-2 മാതൃക പറയാം. ഒന്നാമത്തെ മാതൃക 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ചേ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ, അതാ ഒരു മാതൃക. ഇവർക്ക് ഒത്തിരി കഷ്ടങ്ങളുള്ളവരാ. ഏതാ? ഈ ജാതീയ പശ്ചാത്തലത്തിൽ വരുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങള്, പോരാട്ടങ്ങള്, നമ്മുടെ ഭാഷയാ, പോരാട്ടങ്ങള്, എതിർപ്പുകള്, സാമ്പത്തിക ബുദ്ധിമുട്ട്, ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി ഉണ്ട്. സ്തോത്രം. ആക്ഷേപം, ചിലപ്പോൾ നിന്നകളൊക്കെ സഹിച്ചായിരിക്കും ഈ മാർഗത്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളിൽ കൂടി പോകുന്നവരാ തെസ്സലോനിക്ക വിശ്വാസികൾ. പക്ഷേ അവരുടെ ഒരു മാതൃക എന്നാന്നറിയാമോ? ഈ കഷ്ടങ്ങളും പോരാട്ടങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അവർ ദൈവസന്നിധി വന്നു കഴിഞ്ഞാൽ ദൈവദാസന്മാർ വചനം പറയുമ്പോൾ സന്തോഷത്തോടെ കൈക്കൊള്ളും. അല്ലാതെ കൂടച്ചക്ക തലേ വീണത് പോലല്ല ഇരിക്കുന്നത്. ചിലതിൻ്റെ ഇരിപ്പ് കണ്ടില്ല. ഇത് നല്ല പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം അങ്ങോട്ട് കൈക്കൊണ്ടു. ദൈവത്തിന് മഹത്വം. അപ്പോൾ ദൈവത്തിന്റെ വചനം അങ്ങനെ കൈക്കൊള്ളണം. ഈ വചനത്തിന് ശക്തിയുണ്ട്. അതിവേഗത്തിലോടുന്ന വചനമാ ഇത്. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനമാ ഇത്. ഉലയിലേക്ക് ശുദ്ധി ചെയ്ത ദൈവത്തിന്റെ വചനമാ ഇത്. തേനിലും തേൻകട്ടകിലും മധുരമുള്ള ദൈവത്തിന്റെ വചനമാ ഇത്. അണ്ണാക്കിനും മധുരമാ ഇത്. അതിവേഗത്തിലോടുന്ന തിരുവചനമാ. യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഇപ്പോൾ സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. ഈ വചനം നിന്നെ ശുദ്ധീകരിക്കും.
107 സങ്കീർത്തനം പഠിപ്പിക്കുന്നത് അവൻ അവന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി രോഗപീഠകൾ വലകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവദാസന്മാരൊന്നും തലേ കൈവെക്കണ്ട. ഈ വചനം നീ കേട്ടാ മതി. ഈ വചനം അങ്ങോട്ട് കയറി വന്ന് നിന്റെ അസ്ഥിക്കകത്ത്, രക്തത്തിനകത്ത്, ധമനിക്കകത്ത്, ഞരമ്പിനകത്തൊക്കെ വന്ന് വ്യാപരിച്ച് ഇന്ന് രാത്രി നിന്നെ സൗഖ്യത്തോടെ തിരിച്ചയക്കും. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതിവേഗത്തിലോടുന്ന ദൈവത്തിന്റെ വചനം, നിന്നെ സൗഖ്യമാക്കുന്ന തിരുവചനം, നിനക്ക് ആശ്വാസം തരുന്ന തിരുവചനം, നിന്നെ രക്ഷിക്കുന്ന തിരുവചനം, നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ വചനം, ഇരുവൈത്തലകളുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവവചനം. അവിടെ വചനം തീ പോലെയും പാറകൾ തകർക്കുന്ന ചുറ്റികയാ. ഇന്ന് രാത്രി ഒടയാത്ത പാറകളെ ഉടയ്ക്കുന്ന ചുറ്റികയാണ് ദൈവത്തിന്റെ വചനം. ദഹിക്കാത്തതിനെ ദഹിപ്പിക്കുന്ന തീയാണ് ദൈവത്തിന്റെ വചനം. യെശയ്യാ പ്രവാചകൻ പറയാ, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല, അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളത് നിവർത്തിക്കും എന്ന് പറഞ്ഞാൽ, നീ ഇവിടെ ഇരുന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം നിന്റെ വീട്ടിൽ ക്രിയ ചെയ്യും, വിദേശത്ത് ക്രിയ ചെയ്യും. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഈ വചനം അതിവേഗത്തിൽ ഓടും. ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ വ്യാപാര ശക്തി, വചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇരുവൈത്തറുകളുടെ വാടിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. നിൻമുഖകാന്തിയിൽ മ്ലാനത നീക്കും, നിൻമുഖകാന്തിയിൽ മ്ലാനത നീക്കും, നിൻ മധുരാമൃത വചനം ഖിന്നതയാകവെ പോകും, നിൻ മധുരാമൃത വചനം. വചനത്തിന് അതിന്റെ ശക്തിയുണ്ട്. അപ്പോൾ തെസ്സലോനിക്ക വിശ്വാസികളുടെ വിശേഷത ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. എല്ലായിടത്തും അറിയാം. ഇവരെ എല്ലാവരും കാണുന്നില്ലെങ്കിൽ ഇവരുടെ വിശ്വാസം അറിയാം. ഇവരെ എല്ലാവരും ഒന്നും എല്ലാവർക്കും അറിയത്തില്ല, പക്ഷെ ഇവരുടെ വിശ്വാസം അത് മതി. സ്തോത്രം. ഇതിപ്പോ ഇന്ന് വിശ്വാസം എന്ന് പറയേണ്ട നമ്മളെ എല്ലാവരും അറിയണം. അതിന് സ്റ്റേജിൽ തന്നെ എന്തെല്ലാം കസാരയ്ക്ക് പേരും ഒക്കെ എഴുതിയിട്ടിരിക്കുക. നമ്മൾ പ്രശ്നമാണ്. ജീവന് കൊതിയുള്ളവൻ കയറി കസാര ചുമ്മാ അവിടെ കിടന്ന് ആടിയാ പോലും ഒരുത്തൻ വെപ്രാളമാണ്. അന്ന് ഈ കയറിയിരിക്കുന്ന യുദ്ധങ്ങളൊരു തോത്രം പറയാട്ട ചുമ്മാ വന്നിങ്ങനെ കുളക്കോടി ഇരിക്കും പോലെ വന്നിരിക്കുക ഒരെണ്ണം. സത്യം പറയുക, ചുമ്മാ എന്തിനാണോ ഇതെല്ലാം വന്ന് വയ്യാവേലി എല്ലാം വന്ന്. ഇട ഒന്നുമില്ലേ, ദൈവവചനം കേൾക്കുമ്പോ സന്തോഷിക്കണ്ടേ? ഒരു സ്വോത്രം നിർബന്ധിച്ചല്ല, ഒരു സ്വോത്രം പറയണ്ടേ? ഈ പുസ്തകം പോലും തുറക്കുക. എനിക്ക് നിങ്ങളാണ്ട് എല്ലാവരും പുസ്തകം തുറന്നിരിക്കുന്നത് സന്തോഷമാണ്. അച്ഛനാനെ കുറിച്ച് കൊടുക്കുന്നത് എന്തുവാ, ഞാൻ എന്നെക്കാൾ നന്നായിട്ട് അറിയാവല്ലോ, പിന്നെ എന്തുവാ കുറിക്കുന്നത്? എന്നാലും ഇരിക്കട്ടെ, ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്നാൽ ചിലയിടത്ത് തന്നെ ഈ യാതൊരു ചൈതന്യമില്ല. നമ്മുടെ ഉപദേശമാർക്കും ഉണ്ട്. വേറൊരു ഉപദേശം പ്രസംഗിച്ച ഇവർ സന്തോഷിക്കുന്നില്ല. ഞാൻ ഷിനുവിനൊക്കെ അറിയാം. ഞങ്ങളുടെ അവിടെ തിരുവല്ലയിൽ ചെറിയ കൂട്ടായ്മയുണ്ട്. ആര് വന്ന് പ്രസംഗിച്ചാലും ഞാൻ വാക്യം വായിച്ചു കൊടുക്കും. വാക്യവും വായിച്ചു കൊടുക്കും. എന്നാലാവും ഇതോ അവരെ ചെയ്യും. അല്ല, നമ്മൾ കൊടുത്താലേ നമുക്ക് കിട്ടുകയുള്ളൂ. വല്ലവരും പ്രസംഗിക്കുമ്പോൾ നീ ഇല്ല ഊമം തെറ്റിയിരുന്ന നീ അടുക്കുന്ന അലറിയാ പോലും ഒരുത്തെ അത് പറഞ്ഞു ഞങ്ങൾ എന്നാ ഉണ്ടായിരിക്കുന്നെന്ന്. കൊടുത്താലല്ലേ കിട്ടുകയുള്ളൂ. ഞങ്ങളുടെ അവിടെ ചെറിയ കൂട്ടായ്മയാണ്. അധികം പേരൊന്നുമില്ല, കുറച്ച് പേര്. അധികം പേര് വന്നതാ, നിൽക്കുകയല്ല.
വന്നതെല്ലാം കൂടെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഒരു 500 എണ്ണം കണ്ടേന്. എല്ലാം പോകും. കാണിച്ച് വന്നിങ്ങനെ നോക്കും ഇവർക്ക് പറ്റിയതാണോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കി ഈ ചേമ്പ് ഈ കലത്തിനകത്ത് അന്നേരം അങ്ങ് പോയേക്കുക. പിന്നെ ഞാൻ ചിലർക്ക് വണ്ടിക്കൂലിയും കൊടുത്ത് വിട്ടിട്ടുണ്ട്. പിണങ്ങി പോകരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് എന്നെ കാണുക എന്നെ മിണ്ടുകയും ചെയ്യണം കേട്ടോ. ദൈവത്തിൻ്റെ മഹത്വം. അപ്പം ഈ പറഞ്ഞത് അവിടെ ആര് വന്ന് ഇന്നും ദൈവദാസന്മാരൊക്കെ ഉണ്ടായിരുന്നു പലരും. ഞാൻ വാക്യം വായിച്ചു കൊടുക്കും, സ്തോത്രവും പറയും. അവർ പറഞ്ഞിട്ടൊന്നുമല്ല, വചനം കേൾക്കുമ്പോൾ ആസ്വദിക്കും. സ്തോത്രം. നമ്മളിത് ചെയ്താലേ നമുക്കും കിട്ടുവോളെന്ന്. ചിലർ പ്രസംഗിക്കുമ്പോൾ ചിലർ ശ്രദ്ധിക്കത്തുമില്ല, മുഖവും വീർപ്പിച്ച് വേദപുസ്തകം തുറക്കുകയില്ല, ഒരു വാക്യവും ഇങ്ങനെ അങ്ങ് ഇരിക്കുക. എന്നിട്ട് ഇവരെഴുന്നേൽക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കാവടി തുള്ളും പോലെ തുള്ളിക്കുവാണ്. കണ്ടിട്ടില്ലേ കാവടിയായിട്ട് വന്ന് ചുമ്മാ അവൻ നടന്നു പോയാൽ ഇത് കടന്ന് ഇങ്ങനെ തുള്ളുക. അവൻ ഇത് തലയെ വെച്ചുകൊണ്ട് നടന്നു പോയി. എന്നാലും ഇതിങ്ങനെ നമ്മള് കൊടുക്കുന്നതായി കിട്ടുന്നത്, വിതയ്ക്കുന്നതാ കൊയ്യുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ദൈവത്തിന്റെ വചനം കേൾക്കും. വചനത്തിങ്കൽ വിറക്കണം, വചനം കേട്ട് ആസ്വദിക്കണം, വചനം അയവിറക്കണം, വചനത്തിൽ രസിക്കണം. ഇത് ഇളമ്പുല്ലി പെയ്യുന്ന മഞ്ഞ് പോലെ മാരി പോലെ ദൈവത്തിന്റെ വചനം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. മധുരം വേദമല്ലാതിൻ നേതുണ്ടു നീ സശ്രദ്ധം ഗീതിയിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകൻ ഓരാ. നീ സശ്രദ്ധം ഗീതിയിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കൂ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ തെസ്സലോനിക്കരുടെ രണ്ടാമത്തെ മാതൃകയിലെ രണ്ടാമത്തേത് ആ മാതൃകയിലെ ഒന്നാമത്തെ മാതൃകയാ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. എൻ്റെ പ്രിയരെ, നമ്മുടെ ഇടയിലെ ഒരു പയ്യനാന്നേലും പ്രായമുള്ളയാണെന്നേലും ഒരു സഹവിശ്വാസിയാന്നേലും ദൈവവചനമാ പറയുന്നെങ്കിൽ സന്തോഷിച്ചോണം, ആസ്വദിച്ചോണം. കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ്. പുള്ളിയുടെ കയ്യിൽ നിന്നുള്ളത് പറഞ്ഞ ആസ്വദിച്ചില്ലേലും കുഴപ്പമില്ല. അതാ പുള്ളിയുടെ കയ്യിൽ നിന്ന്. ഇപ്പൊ ചിലർക്ക് സമയം കൊടുത്ത അവരുടെ കുടുംബത്തിന്റെ ചരിത്രവും പെമ്പിളയുടെയും പിള്ളേരുടെയും കാര്യമൊക്കെയാ കൂടുതൽ. അതിനെങ്ങനെ ആസ്വദിക്കും? അത് പുള്ളിയും പെമ്പിളയും കൂടി ഒന്ന് ആസ്വദിച്ചോളും, അല്ലെ അവരുടെ വീട്ടുകാരെല്ലാം കൂടി ഇരുന്ന്. പക്ഷേ ഒരു ചെറിയ പയ്യനാന്നേലും പ്രായമുള്ള അപ്പച്ചനാന്നേലും ഒരു യൗവനക്കാരനാന്നേലും ഒരു വിശ്വാസിയാന്നേലും എഴുന്നേറ്റ് വന്ന് വചനത്തിൽ നിന്നാ പറയുന്നെങ്കിൽ ആസ്വദിക്കണം. ആ വചനത്തെ ഭയപ്പെട്ടോണം, ആ വചനത്തിൽ രസിച്ചോണം, ആ വചനത്തെ അവൻ ബഹുമാനിക്കണം. അവൻ സന്തോഷത്തോടെ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടു. അപ്പോൾ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ഈ ഉപദേശമാര് പ്രസംഗിക്കുന്നതിനും ക്രമമുണ്ട്. 5-ാം വാക്യം എങ്ങനെ പ്രസംഗിക്കണം? 5-ാം വാക്യം, ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം മാത്രം പറയല്ല. മത്തായി 4:5, 5:6, 7:8, 3 അങ്ങനല്ല. പിന്നെങ്ങനെ? ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. അപ്പം ശുശ്രൂഷിക്കേണ്ടതും അങ്ങനെ. ചിലര് നന്നായിട്ട് വചനം പറയും, ഒരു ശക്തിയില്ല. നമ്മൾ ചിന്തിക്കുന്ന വാക്യത്തെ 8ആയിട്ട് നമ്മൾ കീറും. അതിലെ ആദ്യത്തെ കീറിന് 4 ഉപകീറുകൾ. പറയുന്നതെല്ലാം കറക്റ്റാ, കൃത്യമാ, വള്ളിക്കും പുള്ളിക്കും മാറ്റി. പക്ഷെ യാതൊരു ശക്തി. അങ്ങനത്തെ ധാരാളം കീറുകാരുണ്ട്. എന്നാൽ ചിലയിടത്തുണ്ട് വചനമില്ല, മുഴുവൻ അങ്ങ് ശക്തിക. ഇത് രണ്ടും കുഴപ്പമാണ്. കൈ ഒടിച്ചോ മനുഷ്യനെ അടിച്ച് പദം വരിക. യവൻ വചനത്തിൽ നിന്നൊന്നും
അയ്യോ മനുഷ്യൻ കിടന്ന് കുഴയുക. പണ്ട് നമ്മുടെ ഒരു കൊച്ചനെ സഭായം കഴിഞ്ഞാൽ വന്ന് എൻ്റെ വല്യമ്മ ചോദിച്ചു, ആരാ അമ്മയെ പെന്തിക്കോസ് കണ്ടുപിടിച്ച്? എന്നാടാ കൈയടിച്ച് മനുഷ്യൻ രൂപാട് വരുവാണ്. അതിന്റെ കാരണം വെച്ചാൽ അവൻ ചെന്നപ്പോൾ ആദ്യത്തെ 2 പാട്ടിന് പിള്ളേര് മുന്നിലല്ലേ ഇരിക്കുന്നത്, മാഷന്മാരൊക്കെ കണ്ടു ഇരിക്കടാന്നൊക്കെ പറയല്ലേ. അവൻ 2 പാട്ടിനും കൈയടിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സങ്കീർത്തനം കഴിഞ്ഞപ്പോൾ ഒരു പാട്ട്, അതിനും കൈയടിക്കണം. അത് കഴിഞ്ഞപ്പോൾ ഉപദേശി പ്രസംഗത്തിനിടെ 2 ശീല, അതിനും കൈയടിക്കണം. അത് കഴിഞ്ഞ് സ്വോത്രകാഴ്ചയ്ക്ക് അതിനും കൈയടിക്കും. ചിലടത്ത് തന്നെ കർത്തൃമേശയ്ക്ക് പാടുമ്പോഴും അതിനുമുണ്ട്, ചിലടത്തുണ്ട്. ആ എടുത്തു കഴിഞ്ഞാൽ ഒരു മൂപ്പുണ്ട്, അതിനും അടിക്കണം. അത് കഴിഞ്ഞ് പിന്നെ പ്രസംഗിക്കുന്ന പുള്ളി ഇതുപോലെ പാട്ടൊക്കെ പാടുന്ന അതിനും അടിക്കണം. പിന്നെ ഒടുവിലൊരു ഒരു ഒരു വല്ലാത്ത അടിയുണ്ട്. ലാസ്റ്റ് അവസാനം ചെറുക്കനങ്ങ് പദം വന്നു. അവൻ വീട്ടിൽ ചെന്ന അവൻ്റെ അപ്പനോട് അമ്മച്ചോട് വല്യമ്മച്ചോടാ ചോദിച്ചത്, ആരായി പെന്തിക്കോസ്? അപ്പൊ നാളെ അടുത്ത് എന്നാ മോന് ആ കൈ അടിച്ച് മനുഷ്യന്റെ ചുമ്മാ അടിപ്പിക്കരുത്, ചുമ്മാ കിടന്ന് ആറുവായും വെക്കരുത്. പിള്ളേരുടെ ഭാഷ പറഞ്ഞ എന്നെ അങ്ങോട്ട് ചരിഞ്ഞ് നോക്കുന്ന ആര് പുള്ളി ആരാടെ നോക്കുന്നു, ആരുടെ കാര്യമാണ്? ആരാ ആരാ നമ്മുടെ വൈഫ് വല്ല വന്നു ആട്ടെ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അവിടെ വായിക്കുന്നത് എങ്ങനെയാ വചനം പ്രസംഗിക്കേണ്ടത്? ഒന്നുകൂടെ വായിച്ചേ കർത്തൃദാസി. ഒന്നുകൂടെ വായിച്ചേ. ആറാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. 5-ാം വാക്യം വായിച്ചേ. ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം മാത്രം പറയുകയല്ല. അത് കൺവെൻഷനാന്നേലും കാത്തിരിപ്പിനാന്നേലും ഉപവാസത്തിനാന്നേലും സഭായുത്തിനാന്നേലും കുറെ ഇപ്പൊ എല്ലാം ഗൂഗിള് കയറിയ പ്രസംഗം ഉണ്ടാക്കുന്നത്. എന്നോട് പറഞ്ഞു ഗൂഗിളിനകത്തുണ്ടെന്ന്. സെർച്ച് ചെയ്യുക. ആയിക്കോട്ടെ. ഇന്ന് ഇംഗ്ലീഷിന്റെ അയ്യര് കളിയാ. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പോൾ ഗൂഗിളിനകത്ത് കയറി സെർച്ച് ചെയ്യുക. എല്ലാം ഗൂഗിളാ. എടാ, ഇത് ഗൂഗിളിനകത്ത് കയറുന്നതിന് ഞാൻ എതിരല്ല. പക്ഷേ ഗൂഗിളിനകത്ത് കയറുന്നതിലും കൂടുതൽ മുഴങ്കാലയിൽ ഇരുന്നേച്ച് ഈ തിരുവചനവുമായിട്ടൊന്ന് മുട്ടയിലിരുന്ന് ഒന്ന് ധ്യാനിച്ച് ഗൂഗിൾ പ്രസംഗത്തിനും ഈ പ്രസംഗത്തിനും മാറ്റ് കൂടും. ദൈവത്തിന് മഹത്വം. ആമൻ നെറ്റിനകത്ത് കയറി എടുക്കുന്നതല്ല, ഗൂഗിളിൽ കയറി എടുക്കുന്നതും. അത് തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആമൻ തൃക്കാലുകളൊന്ന് ഇരുന്ന് ആമൻ പ്രാർത്ഥനയിൽ പോരാടി ഉപവസിച്ചൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വചനമായി തൃപ്പാനത്തിൽ ഇരുന്ന് നീ പ്രാർത്ഥിച്ച് 2 ദൂതൊരുക്കിക്ക് അതിന് ജീവനാ, അത് കേൾക്കുന്നവർക്ക് വിടുതലാ. എനിക്ക് എൻ്റെ പൊന്നച്ചാ ഗൂഗിള് നിങ്ങളിപ്പം പറയാ തനിക്ക് അറിയാൻ മേലാത്ത എൻ്റെ സൂക്കേടാന്ന് പറയും. എനിക്ക് ഗൂഗിളിൽ കയറാനൊന്നും അറിയാൻ മേല. പിന്നെ ആകെ കൂടെ ഞാൻ കയറുന്നത് ഇതിനകത്താ കയറുന്നത്. ഇതിനകത്ത് കയറുമ്പോൾ അങ്ങനെ കിട്ടുന്നതാ കൂടുതലും. ഗൂഗിളിൽ കയറുന്ന തെറ്റാന്നൊന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് അത് കയറി ഇറങ്ങിപ്പോരണ്ടേ? കയറി വെച്ച പിന്നെ അതിലെല്ലാം പോയ എത്ര എണ്ണം കയറി വെച്ച് അതിലെ പിന്നങ്ങ് സ്തോത്രം. ദൈവത്തിന് മഹത്വം. സ്തോത്രം. ഞാൻ ദൈവകൃപയിൽ ശരണപ്പെട്ട് പറയാം. ഇപ്പം വിശ്വാസം വന്നിട്ട് 35 കൊല്ലമാകുന്നു. ദൈവകൃപ കൊണ്ട് ദൈവോചനം ഇങ്ങനെ ധ്യാനിക്കും. ചില ദിവസം രാത്രി മുഴുവൻ ഇരുന്ന് വേറെ പുസ്തകം വായിക്കും. രാത്രി അങ്ങ് ഇരിക്കും. ഒരു നടത്തിപ്പാ അങ്ങ് ഇരിക്കും. ഞാനിപ്പോഴും പ്രാർത്ഥിക്കും. ഇതിനകത്തൊന്നും കയറാൻ അറിയാൻ മേലാത്തത് തന്നെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ. അതുകൊണ്ട് ഇതിനകത്ത് ഒത്തിരി കയറാൻ ഒക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ഇതിനകത്ത് കയറി ഒത്തിരി ഇതിനകത്ത് കയറുന്നത് കൊണ്ടാണ് കേട്ടോ. ഫിലിപ്പ് സാറേ ഉണ്ടോ? ഇതിനകത്ത് ഒത്തിരി കയറുന്നു. ഗൂഗിളിനകത്തോളം ഇതിനകത്ത് കയറുന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. തൃക്കാലക്കൽ ഒന്നിരുന്നേ. തിരുവചനത്തിന്റെ ചുറ്റാകെ ഒന്നിരുന്നേ.
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നാം ചിന്തിക്കാത്ത മേഖലയെ കൂടെ ദൈവം നിന്നെ കൊണ്ടുപോകും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഉദ്ദേശിക്കാത്ത വഴികളിൽ കൂടി ദൈവം നിന്നെ നടത്തും. നീ അറിയാത്ത അഗോചരവുമായ വിഷയങ്ങൾ ദൈവം നിനക്ക് വെളിപ്പെടുത്തും. ഒരു മെതിവണ്ടിയാക്കി ദൈവം നിന്നെ തീർക്കുമെന്ന് ഇന്ന് രാത്രി അത് അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആട്ടെ, നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയം ഉണ്ടായിരിക്കണം. അതിനകത്ത് നിശ്ചയം വേണ്ടായോ? നല്ല നിശ്ചയം ഉണ്ടായിരിക്കണം. ഈ നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ ചിലപ്പോൾ എല്ലാവർക്കും ഓർമ്മ നിൽക്കത്തില്ല. അവർ നോട്ട് ചെയ്തോണം. ഓർമ്മ എല്ലാവർക്കും ഒരുപോലെ അല്ല. എനിക്ക് ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ട് ചില കാര്യമൊക്കെ ഓർത്തിരിക്കും. ഒരു 10 വാക്യമൊക്കെ ഓർത്തിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണേ അന്ത്യം വരെ, അവസാനം വരെ അങ്ങനെ നിൽക്കാൻ. ചിലർ എനിക്ക് വട്ടുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നവനുണ്ട്. അയാൾക്ക് കിറുക്ക് പിടിച്ച് അവനൊന്നും വരികയല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിൻ്റെ മകത്ത്. അപ്പം അന്ത്യം വരെ ദൈവം നിർത്തണം. ദൈവകൃപ. എന്നാൽ ഓർമ്മയില്ലാത്ത ദൈവദാസന്മാരും ദൈവമക്കളുണ്ട്. അവരത് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. നോട്ട് ചെയ്തൊന്നും ഇതുപോലെ കുറിച്ച് വെക്കുന്നത് അത് തെറ്റൊന്നുമല്ല. ചില വിശ്വാസികൾ പറയാം, ഞങ്ങളുടെ ഉപദേശി കുറിച്ച് വെച്ചാൽ അയാൾക്ക് വിവരമുണ്ട്. വിവരമുള്ളത് കൊണ്ടാ. ഓർമ്മയുള്ളവർ കുറിക്കണ്ട, ഓർമ്മയില്ലാത്തവരത് കുറിച്ച് വെക്കണം. കുറിച്ച് വെച്ചാൽ നല്ല കാരണം കൃത്യം കാര്യം പറയും. അല്ലേ പറയാം, അടുത്ത വാക്യം വായിക്കാം, അടുത്ത വാക്യം വായിച്ച് ഊപ്പാട് വരിക. അടുത്ത വാക്യം തീർന്നു പാസ്റ്റേ, തീർന്നു എന്നാ ഇനി സാക്ഷി പറഞ്ഞോളാം. വെടലത്തരം കൊണ്ടേ ഇത് കുറിച്ച് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വചനം പറയുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ, ഒന്ന് ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയം ഉണ്ടായിരിക്കണം. അങ്ങനെ അപ്പോൾ ഈ തെസ്സലോനിക്കരുടെ മാതൃക ഒന്ന്, ഇവരുടെ വിശേഷത വിശ്വാസം, വിശ്വപ്രസിദ്ധം. 2, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികൾ. ആ മാതൃക തന്നെ പലതുണ്ട്. ഒന്നാമത്തെ മാതൃക, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന് സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. രണ്ടാമത്തെ ഒരു മാതൃക, ഇവര് എല്ലാവരോടും സുവിശേഷം പറയും. എല്ലാവരോടും അത് പറയണം. മറ്റ് വിശേഷം ഒന്നും പറഞ്ഞില്ലെങ്കിലും ഒരു വാക്കിൽ സുവിശേഷം പറയണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി. ഒറ്റ വാക്കിലും പറയാം. ഞാൻ ദൈവത്തിൻ്റെ മഹാകൃപയാലെ, തെറ്റിദ്ധരിക്കരുത്, ഈ മരണവീടുകളിലൊക്കെ കഴിവിൻ്റെ പരമാവധി ഓടിയെത്താൻ പരിശ്രമിക്കും. എന്നാൽ എല്ലായിടത്തും ഒക്കത്തില്ല. പല ദുഃഖഭവനത്തിൽ ഒരു ദിവസം തന്നെ പലയിടത്തും പോകാറുണ്ട്. അടുത്ത കാലത്ത് ഒരു ദിവസം 8 സ്ഥലത്ത് പോയി. വെളുപ്പിനെ ചെന്നപ്പോൾ ഒരു തള്ള തന്നെ കിടക്കുക. കൊച്ചുങ്ങളാരും ഇല്ല. ഞങ്ങൾ വെളുപ്പിനെ അങ്ങ് ചെന്നു. കുട്ടിയമ്മ തന്നെ കിടക്കുക. അപ്പം അന്ന് എനിക്ക് 8 സ്ഥലത്ത് പോകണം. അതുകൊണ്ട് വെളുപ്പിനെ ഞാൻ ഷൂപാസോട് പറഞ്ഞു, നമ്മുടെ കുട്ടിയമ്മ മരിച്ചു, അങ്ങോട്ട് പോവാം. ചെന്നപ്പം പുള്ളിക്കാർ തന്നെ ഞങ്ങൾ രണ്ടുകൂട്ടി അങ്ങ് പാട്ട് പാടി. 6 മണിയായപ്പോഴേ തലേന്ന് ഡെഡ് ബോഡി കൊണ്ടുവന്നതാണ്. കാരണം അന്ന് വേറെ പല സ്ഥലത്ത് പോകണം. അപ്പോൾ അതുകൊണ്ട് ഓർഡറില്ല. ഞങ്ങൾ പാട്ട് പാടിയപ്പോൾ പിള്ളേരെല്ലാം ഓടി വന്നു. അതുകൊണ്ട് കുറ്റമല്ല, നിങ്ങൾ രാത്രി മുഴുവൻ ഉറക്കം വളച്ചിരുന്നേച്ച് പല്ല് തേക്കാനും ദിനചര്യക്കൊക്കെ പോയി. ആ സമയത്താണ് ഞങ്ങൾ ചെന്ന്. ഞങ്ങൾ രണ്ടുകൂടെ അങ്ങ് പാട്ട് പോയി 5-6 പാട്ടുമൊക്കെ അങ്ങ് പാടിയപ്പോൾ പിന്നെ പിള്ളേരെല്ലാം കൂടെ ഓടി വന്ന് അയലത്തുകാരും എല്ലാം വന്ന് പിന്നെ 2 വാക്ക്. അപ്പം അങ്ങനെ പോകുക പതിവുണ്ട്. അതിൻ്റെ പല കാര്യത്തിൽ ഒന്ന്, വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ അത് വേദപുസ്തകത്തിലെ പ്രമാണമാണ്. പിന്നെ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ഒരു കാഴ്ചപ്പാട്, കഴിവിൻ്റെ പരമാവധി മരണ വീടുകളിൽ ചെന്നാൽ ബഹുമാന്യ കർത്തൃദാസന്മാരും കുടുംബാംഗങ്ങളുമൊക്കെ ഒരു 1-2 മിനിറ്റൊക്കെ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് തരാറുണ്ട്. തന്നാൽ ഞാൻ ഒറ്റ വാക്കിലാന്നതിൽ സുവിശേഷം പറഞ്ഞേച്ചേ പോരുള്ളൂ. യേശു ക്രിസ്തു രക്ഷിക്കും. അത് പറയും. അത് പറഞ്ഞോണം. മരിച്ച പുള്ളിയെ പറ്റി അധികം വിസ്തരിച്ചില്ലെങ്കിലും ഈ മരണ വീട്ടിൽ അധികം ഈ കിടക്കുന്ന പുള്ളിയെ പറ്റി പറയാതിരിക്കുന്നതാ നല്ലത്. കാരണം നമ്മളോട് നല്ല രീതിയിലായിരിക്കും ഇടപെട്ട, പക്ഷെ വീട്ടിൽ വെറും വയ്യാവേലിയായിരിക്കും. നമ്മൾ പറയാം, വാത്സല്യ തങ്കമ്മാമ്മയെ ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളം ഈ തങ്ക മരുമകളെ പൊരിപ്പിച്ച തള്ളയാ.
മരുമകളും അടുത്തിരിക്കുക. നമ്മൾ പറയും ഇതുപോലൊരു ആര്യങ്കമ്പയുള്ള ആർദ്രതയുള്ള മഹാമനസ്കതയുള്ള ഒരു അമ്മച്ചി. അപ്പം മരുമകൾ പറയാൻ നിന്നെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ പിന്നെ കണ്ടോളാന്ന് പറയും. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി പറയുമ്പം വേണേൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഈ തങ്കമ്മ കൊച്ചമ്മ എന്നോടുള്ള ബന്ധത്തിൽ വളരെ നല്ല രീതിയിൽ അതായിരിക്കും നല്ലത്, തല്ലുകൊള്ളാതെ പോരാ. നമ്മൾ പറയില്ല ഈ അച്ചായൻ സഭയ്ക്ക് വളരെ ഇവനിരുന്ന ഭാഷന്മാരെ മുഴുവൻ കണ്ണുനീര് കുടിപ്പിച്ച ഒന്നും പറയുന്നില്ല ഞാൻ. നമ്മൾ പറയാം ഇവൻ വലിയ പുള്ളിയായിരുന്നെന്ന്. അന്നേരം അവിടെ കണ്ണുനീര് കുടിച്ചു പോയ ഭാഷന്മാർ പറയും ഇയാളെന്തുവാടി പറഞ്ഞ്, ഇവനൊറ്റ ഒരു തരാം ഞാൻ അട്ടപ്പാടിക്ക് പോകാൻ. അതുകൊണ്ട് വളരെ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പൊ എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ യോജിക്കുമെന്നറിയത്തില്ല. ഈ മരണ വീട്ടിലും വിവാഹ ശുശ്രൂഷയിലൊക്കെ നാനാജാതി മനസ്ഥര് വരും. അപ്പോൾ സന്ദർഭം നോക്കി വളരെ പരിജ്ഞാനത്തോടെ ഒരു വാക്ക് പറയാം, യേശു രക്ഷിക്കുമെന്ന്. ചിലപ്പോൾ അത് എവിടെയെങ്കിലും കയറിക്കൊണ്ടോളും, ആർക്കെങ്കിലും അത് ഗുണമാകാം. ഇല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതേലും സന്ദർഭത്തിൽ അത് ക്രിയ ചെയ്യും. സ്തോത്രം. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന ആമ കണ്ണുനീരോടെ വിതച്ചോ 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 ആർപ്പോടെ കൊയ്യുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ഇവരുടെ രണ്ടാമത്തെ മാതൃക എല്ലാവരും ഇവര് സുവിശേഷം പറയും. മൂന്നാമത്തെ മാതൃക അത് പറഞ്ഞങ്ങ് വിടാം. മൂന്നാമത്തെ മാതൃക ഇവര് വേർപാട് പാലിച്ചവര്. ദൈവദാസിയ 9ഉം 10ഉം വാക്യം ഒന്ന് വായിച്ചേ. 9:10. അണ്ട് എനിക്ക് ആ പദമാ വേണ്ടത്. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ടു. അത് വേർപാടിനെ കാണിക്കുന്നതാണ്. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ടു. ഒന്നുകൂടെ പുറകോട്ട് വരിക. തെസ്സലോനിക്ക വിശ്വാസികളുടെ വിശേഷത, 2 വിശേഷത ഒത്തിരി ഉണ്ട്, 2 എന്ന് പറഞ്ഞോളൂ. ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. രണ്ടാമത്തെ വിശേഷത, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസം. ആ മാതൃകയിൽ 3 കാര്യം. ഒന്നാമത്തെ മാതൃക, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അതൊരു മാതൃക. 2, എല്ലാവരോടും ഇവര് സുവിശേഷം അറിയിക്കും. അതാ ഒരു രണ്ടാമത്തെ മാതൃക. മൂന്നാമത്തെ മാതൃക, ഇവര് വേർപാട് പാലിച്ചവരാ. അതാണ് അവിടുത്തെ ആ പദം. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ടു. വിടണം. വിട്ടില്ലെങ്കിലോ ഈ വിഗ്രഹമെന്ന് നമ്മള് ഉടനെ നമ്മൾ ഓർക്കുന്നത് ഇല്ല അവിടുന്ന് മോട്ടിച്ചുകൊണ്ട് പോയതാന്നാ. എവിടുന്നാന്നൊന്നും എന്നോട് പറയണ്ട. അയ്യോ, മനസ്സിലാകുന്ന ഭാഷ പറയാം. നമുക്ക് വേണ്ടി ജീവനെ തന്ന് നമുക്ക് വേണ്ടി രക്തം ചിന്തി നമ്മളെ വീണ്ടെടുത്ത കർത്താവിനേക്കാൾ ഉപരി നീ എന്തിനേലും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതും വിഗ്രഹമാണ്. അത് വണ്ടിയാന്നേലും വീടാന്നേലും വസ്തുവാന്നേലും സ്ഥാനമാന്നേലും കസേരയാന്നേലും പണമാന്നേലും ബിസിനസ് ആന്നേലും ഏത് വിഷയമാന്നേലും കർത്താവിനേക്കാൾ ഉപരി എന്തിനേലും അമിത പ്രാധാന്യം കൽപ്പിച്ചാൽ അതാണ് ഏറ്റവും വലിയ വിഗ്രഹം. ഇവര് വിഗ്രഹത്തെ വിട്ടില്ലെങ്കിലോ അറിയാമല്ലോ വിട്ടില്ലെങ്കിൽ എന്തോ സംഭവിക്കും. വായിച്ചോ 35:16 ഉൽപ്പത്തി 35:16 പെട്ടെന്ന് വായിച്ചു. അറിവുള്ള വാക്യമാ. അടുത്തത് ഓടിച്ചു വായിരു. അടുത്തത് മരിച്ചുപോയി. അടുത്തത് ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന്, അവന്റെ അപ്പൻ അവന് ബെന്യാമീൻ എന്ന്. അടുത്ത വാക്യം വഴിയിൽ അടക്കി. വിഗ്രഹത്തെ വിട്ടില്ലെങ്കിൽ വഴിയിൽ പെട്ടുപോകും. ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല.
വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ അമ്മാമ ഒട്ടകക്കോപ്പിനകത്ത് ഇത് വളരെ കലാപരമായിട്ട് അടിച്ചു മാറ്റി തിരിഞ്ഞു പോകുന്നു. ജേക്കബ് പറഞ്ഞില്ല. അതിനിടയ്ക്ക് മുടിരാത്രി പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ. അമ്മാമ ഞാൻ കട്ടനിട്ട് കൊടുക്കുന്നത് വണ്ണു ജേക്കബ് മുടിരാത്രി ഇരിക്കുക. അപ്പം നമ്മളും അങ്ങനെ മുടിരാത്രി പ്രാർത്ഥന. നമുക്ക് മുടിരാത്രി ഇല്ല, 12:30 ആകുമ്പോഴേ വണ്ണും കാപ്പിയും കുടിച്ചു വെച്ചാൽ മിക്കതും. പിന്നെ ഗതിയും ഗത്യന്തരം ഇല്ലാത്ത 5-6 എണ്ണം. അതുങ്ങൾക്ക് വണ്ടിയില്ല, കാരണം വണ്ടി കൊണ്ട് അതുങ്ങളും പോയേനെ. അതുങ്ങൾക്ക് ഓട്ടോയും കിട്ടുകയില്ല വണ്ടി. എന്നാൽ പിന്നെ ഇവിടെ തന്നെ ഇരുന്ന് നേരം വെളുപ്പിക്കാണ്. ജേക്കബ് പ്രാർത്ഥിക്കുക, മുടിരാത്രി പ്രാർത്ഥന. റാഹേല് വിഗ്രഹം അടിച്ചു മാറ്റിയത് ജേക്കബ് പറഞ്ഞില്ല. ചേട്ടത്തിയുണ്ട് ലേയാമ്മ അറിഞ്ഞില്ല. എന്ത് മിടുക്കിയാന്നറിയാം റാഹേല്. റേച്ചൽ, നമ്മൾ പറയുന്നത് റേച്ചൽ ആൻറ്റി. ഇപ്പോൾ റേച്ചൽ ആൻറ്റി മുമ്പോട്ട് വന്ന് റേച്ചൽ ആൻറ്റി പേരുമൊക്കെ നല്ല നല്ല പേരാ. എന്തുവാ പേര്? റേച്ചൽ ജേക്കബ്. നല്ല പേരാ. റേച്ചൽ ജേക്കബ് ബെതേൽ ഹൗസ്. നല്ല പേര്. പക്ഷെ കയ്യിലിരിപ്പ് ഒട്ടകക്കോപ്പിനകത്ത് ഇത് ഇട്ടിരിക്കുക. പിള്ളേരാണ് 10-11 എണ്ണം ഉണ്ട്. രൂപൻ മുതൽ യോസേപ്പ് വരെ ഒറ്റ കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല. ഈ തള്ള എന്നാ നല്ല ഏതോ കഴിവാ. നമ്മൾ പറയത്തില്ല അമ്മാമ്മയ്ക്ക് ഭയങ്കര കഴിവാ. നല്ല കാര്യത്തിനാന്നേ കുഴപ്പമില്ല. നല്ല കാര്യത്തിനാന്നേ കുഴപ്പമില്ല. അച്ചാവിന് ഭയങ്കര കഴിവാ. നല്ല കാര്യത്തിനാന്നേ. അമ്മ റേച്ചലാൻറ്റിക്ക് ഭയങ്കര കഴിവാണ്. നമ്മൾ പറയുന്നു അസാധ്യം. അത് വലിയ കഴിവാണ്. ഇതെല്ലാം അപ്പൻ്റെ അടുക്കുന്ന അടിച്ചു മാറ്റി ഇത്രയും യാത്ര ചെയ്തിട്ട് ഒരു കുഞ്ഞുങ്ങൾ പോലും ഒരു കുഞ്ഞുങ്ങൾ ഇവളും വർഷിപ്പ് ലീഡറും കൂടെ അമ്മാമ്മ. എൻ്റെ എന്തെയ്യാം അമ്മാമ്മയും പാടുക മോക്ഷയാത്രയാണിത്. സ്തോത്രം. സാക്ഷിക്കൊക്കെ എഴുന്നേറ്റ് പാടുക യാത്ര ചെയ്യും ഞാൻ ക്രൂശ്. ആയിക്കോട്ടെ. വിഗ്രഹത്തെ വിട്ടില്ല. ലാബാൻ പുറകെ വന്ന് അന്വേഷിച്ചപ്പോ പറഞ്ഞു ആരുടെയെങ്കിലും കൂടാരത്തിൽ കണ്ടാൽ അവർ മരണയോഗ്യൻ. എന്നിട്ടും ഏറ്റു പറഞ്ഞില്ല. റേച്ചലിന്റെ കൂടാരത്തിൽ വന്നപ്പോൾ റേച്ചൽ ആന്റി പറഞ്ഞത് നമുക്കറിയാം. അപ്പം വന്ന് പറഞ്ഞു മോളെ നിങ്ങൾ പോന്നെ പിന്നെ ബിംബം കാണുന്നില്ലടി, ഇങ്ങോട്ടൊന്ന് വന്നേ. ഉടനെ അവള് പറഞ്ഞു ഞാൻ ഫാസ്റ്റിംഗ് പ്രയറാ പാപ്പ, ഇത് കഴിയാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കത്തില്ലെന്ന്. ഉടനെ അപ്പന് ഓർത്താട്ടെ ഇപ്പോഴായാലും അവൾ ഉപവസിക്കുന്നുണ്ടല്ലോ, വലിയ കാര്യം. ഭർത്താവിനെ കളിപ്പിച്ചു, അപ്പനെ കളിപ്പിച്ചു, പിള്ളേരെ എല്ലാം കളിപ്പിച്ചു, ചേട്ടത്തിയെ കളിപ്പിച്ചു, കുടുംബാംഗങ്ങളെ മുഴുവൻ കളിപ്പിച്ചു. പക്ഷേ ആമേൻ സ്തോത്രം, എഫ്രാത്തിലെത്താൻ അല്പത കൂടെ ഉള്ളപ്പോൾ ദൈവം പിടിച്ചു. വഴിയരികെ അടക്കി എന്നുള്ളതാ. വിട്ടില്ലെങ്കിൽ അവിടെ പട്ടുപോകും. വേറെ പുസ്തകമൊക്കെ പഠിപ്പിക്കുന്ന ചരിത്രകാരകന്മാരൊക്കെ പറയുന്നത് അവിടെ നിന്ന് കുറച്ചുകൂടെ ദൂരം ചെന്നാൽ മക്പേലായി ചെല്ലാം. പോക്ക് നടന്നില്ല. മക്പേലായിൽ എത്തിയില്ലെന്ന്. പിതാക്കന്മാരെ എല്ലാം അവിടെ അല്ലേ അടക്കിയത്. അബ്രഹാമിനെ അവിടെ അടക്കി, സാറായി അവിടെ അടക്കി, ഇസഹാക്കിനെ അവിടെ അടക്കി, റബേക്കായെ അവിടെ അടക്കി, യാക്കോബിനെ അവിടെ അടക്കി, ലേയായെ. അതുകൊണ്ട് ഞാൻ ചില ഉപദേശമാരൊക്കെ ഈ അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പറയും അബ്രഹാമിനെയും സാറായിയെയും ഇസഹാക്കിനെയും റിബേക്കായെയും ചെല്ലു പറയാറുണ്ട്. യാക്കോബിനെയും റാഹേലല്ല ലേയ എന്ന് പറയുന്നതാണ് നല്ലത്. ഈയിടെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ യാക്കോബിനെയും റാഹേലിനെയും വിറപ്പിച്ചാൽ വല്ലതും കാര്യം നടക്കൂ. ഈ കളവ് ചെയ്ത് അടിച്ചു മാറ്റി വഴിയരിക്കപ്പെട്ടു പോയ നല്ലയുടെ പേര് പറഞ്ഞ് പെങ്കൊച്ചിന്റെ തല എന്നാ ബോധക്കേടൊക്കെയാണ്. എന്നാ ജെയിംസ് വാസു ഉള്ളതായി പറ. ദൈവത്തിന് മഹത്വം. അറിയാൻ മേലെ അത് അറിയാൻ മേലാത്തത് അതുപോലെ വിട്ടേക്കണം. ദൈവത്തിന് മഹത്വം. വഴിയരികെ അടക്കി. പിതാക്കന്മാരെ അടക്കിയ സ്ഥലത്ത് ചെന്ന് എത്താനൊത്തില്ല. ഇവിടുന്ന് ഏതാണ്ട് 100 മൈൽ എന്നാൽ മക്പേലയിലെത്താം. പക്ഷെ 1000 മൈൽ അപ്പുറേ മരിച്ച യാക്കോബിനെ ഇവിടെ കൊണ്ടടക്കി. ശ്രദ്ധിച്ചേ, യാക്കോബ് മിസ്രൈമിൽ വെച്ചാ മരിക്കുന്നത്. അവിടുന്ന് മക്പേലായി വരാൻ ഏതാണ്ട് 1000 മൈലുണ്ടെന്നാ. അപ്പൊ 1000 മൈൽ അപ്പുറേ മരിച്ച യാക്കോബിനെ ഇവിടെ കൊണ്ടടക്കി. പക്ഷെ 100 മൈൽ അടുത്ത് വന്ന റേച്ചലിന് അവിടെ ചെല്ലാനൊത്തില്ല. എന്റെ പ്രിയരെ,
ഓടിയതും അധ്വാനിച്ചതും വൃഥാവാകരുത്. പ്രവർത്തിച്ചതും ആർത്തിച്ചതൊന്നും നഷ്ടപ്പെട്ടു പോകരുത്. CS മാത്യു പാടിയ ഒരു പാട്ടിന്റെ ഒരു വരി പാടാ. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്ത്. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നിത്യ വീട്ടിലെത്താൻ നീ അല്പദൂരം അത്രമേയും നിത്യ വീട്ടിലെത്താൻ നീ അല്പദൂരം മാത്രമേയുൾ അജമയം വാഴാക്കാതെ യാത്ര തുടരാ. ഞാൻ നിന്നെ ഒരു നാളു അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. എക്കാരം പിടിച്ചാനു ഇനമരു ഭൂമി നടത്താവ് ഉരചാവൻ ഒരു നാൾ മാറും. എക്കാരം പിടിച്ചാനു ഇനമരു ഭൂമിൽ നടത്താവ് ഉരചാവൻ ഒരു നാളും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. എന്റെ പ്രിയരെ, നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വൃഥാവാകരുത്. ഇവരുടെ വിശേഷത വിഗ്രഹങ്ങളെ വിട്ടു. അത് വേർപാട് പാലിക്കണം. ബന്ധിക്കോസുകാരോട് ഞാൻ കർക്കശമായി പറയും, മറ്റുള്ളവരോട് പറയാൻ നമ്മൾ ആളല്ല. കർക്കശമായി വേർപാട് പാലിക്കണം. പുറത്തുള്ളതൊന്നും ഇതിനകത്ത് കയറ്റരുത്. സ്തോത്രം. ഇതിനകത്ത് വേറെ ഒന്നും വന്ന് കയറരുതെന്ന്. ഇതിപ്പോ പറയുന്നെങ്കിലും മുഴുവൻ കയറി കിടക്കുക. വെയിലുള്ളപ്പോ മുതല കയറി കിടക്കും പോലെ എല്ലാം ഇതിനകത്ത് വന്ന് എല്ലാം കയറി കിടക്കുക. പഴയ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മാമൂലുകൾ, പാരമ്പര്യങ്ങൾ ഇതൊന്നും ഇതിനകത്ത് കയറ്റരുത്. ദൈവമക്കൾ വേർപാട് പാലിക്കണം. ആട്ടെ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യമൂടെ പറഞ്ഞങ്ങ് നിർത്താം. ദൈവത്തിന് മകത്ത് തെസ്സലോനിക്ക സഭയുടെ വിശേഷതയായി പറഞ്ഞത് ആ സഭയോടാ. ഇനി ഇടയ്ക്കത്തെ എല്ലാം അങ്ങ് വിടുക. ആ സഭയോട് പൗലോസ് 5:18 പറയുക, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് രണ്ട് കാര്യം പറയാം. പ്രിയരെ, ദൈവത്തിൻ്റെ ഇഷ്ടം പ്രാരംഭത്തിൽ നമുക്ക് പ്രയാസമായി തോന്നും, പക്ഷെ ഒടുവിൽ അനുഗ്രഹമായിരിക്കും. നമ്മുടെ ഇഷ്ടം പ്രാരംഭത്തിൽ നല്ലതാണെന്ന് തോന്നും, പക്ഷെ ഒടുവിൽ വിനയാണ്. അടുത്തത്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പല കാര്യവും നമ്മൾ പ്രാർത്ഥിച്ച് ദൈവ ഇഷ്ടമാക്കി അത് എടുക്കാറുണ്ട്. അതിന് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രയോഗം പറഞ്ഞാൽ ഇതിന് ഇങ്ങനെ കൊടുക്കുന്നതാ: നിർബന്ധിത ദൈവഹിതം. പുള്ളിക്ക് സമ്മർദ്ദം ചെലുത്തിയെടുത്തതാ. 2 തെളിവ് വചനത്തിൽ നിന്ന്, 1-2 തെളിവ് എല്ലാം നിങ്ങൾക്ക് അറിവുള്ളതാ. ഇസ്രായേൽ മക്കള് കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയി. ഇവരോട് ദൈവം പറഞ്ഞു കനാൻ ദേശം ഒറ്റുനോക്കാൻ. വായിച്ച് 13:1 സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അറിവുള്ള വാക്യമെങ്കിലും ഒന്ന് വായിച്ചു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റു നോക്കേണ്ടതിന് ആളുകളെ അയക്കുക. അതത് ഗോത്രത്തിൽ നിന്ന് അവരെല്ലാരും പ്രഭുക്കന്മാരായിരിക്കണം. അപ്പോൾ കനാൻ ദേശം ഒറ്റു നോക്കാൻ ദൈവം പറഞ്ഞു മോശയോട് ആളുകളെ അയക്കാൻ. ഇത് ദൈവഹിതമാണോ? ഒന്നുകൂടെ വായിച്ചേ. 13:1. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റു നോക്കേണ്ടതിന്. അപ്പൊ ആര് പറഞ്ഞു? യഹോവ. ആരോട് പറഞ്ഞു? മോശയോട്. എന്ത് പറഞ്ഞു? ഒറ്റ നോക്കാൻ ആളിനെ വിടാൻ. അപ്പൊ ഇത് ദൈവഹിതമാണോ? കനാൻ ദേശം ആരാ പറഞ്ഞേ? ദൈവം പറഞ്ഞു. ആരോട് പറഞ്ഞു? മോശയോട്. എന്തോ പറഞ്ഞു? കനാൻ ദേശം ഒറ്റ നോക്കണം. ഇത് ദൈവഹിതമായിരുന്നോ? ആ ദൈവമല്ലേ പറഞ്ഞു, പിന്നെ വേറെ പപ്പുള്ളയാണോ? ദൈവമാ പറഞ്ഞു. ഈ ദൈവം പറയുന്നതെല്ലാം ഒന്നും അവിടുത്തെ ഹിതമാണെന്ന് ചിന്തിക്കരുത്.
അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം എപ്പോഴും ഞാൻ പറയും, നിങ്ങൾക്കറിയാം. നമ്മൾ നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കാൻ പെടും ബാംഗ്ലൂർ, ട്രിച്ചിയിൽ, കൊടൈക്കനാൽ, ഊട്ടി, അങ്ങനെയൊക്കെ പല. അപ്പം പിള്ളേർ നേഴ്സിങ്ങിനോ അല്ലെ തത്തുല്യമായ കാര്യങ്ങൾക്കൊക്കെ പഠിച്ച് കഴിഞ്ഞ് കോഴ്സും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ പെൺപിള്ളേരാണെങ്കിൽ പിണങ്ങരുത്, പഠിത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ മാതാപിതാക്കൾക്ക് കടമകളുണ്ടല്ലോ. അപ്പോൾ ഇനി അധികം ഇവിടെ നിർത്തി കറവ പശുവിനെ പോലെ നിർത്തണ്ട, മനസ്സിലായി കാണും. അങ്ങനെ നിർത്തുന്നവരുണ്ട്. അവളെ വിവാഹം കഴിച്ചയക്കാം. അപ്പം ആലോചനകൾ പലത് വരുമ്പോൾ ചില പെൺകുട്ടികൾ സമ്മതിക്കുകയല്ല, എനിക്കിപ്പം കല്യാണം വേണ്ട. നല്ല ആലോചനയാണ്, ലണ്ടൻകാരന്, കാനഡ. അപ്പം ഈ പല ആലോചന ചില പെൺപിള്ളേർ ഉഴപ്പും, കണ്ടമാനം ഉഴപ്പുമ്പം പിന്നെ ഇവിടെ സ്നേഹിച്ചു ഇണങ്ങിയും പിണങ്ങിയൊക്കെ, എടി ഞങ്ങൾക്ക് പ്രായമായി വരിക, നിന്നെ പോലല്ല, ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ആരും ഇങ്ങനെയൊക്കെ പറയും. എന്നാലും ചില പെൺപിള്ളേർ അംഗീകരിക്കുകയില്ല. അവൻ നല്ല നല്ല ആലോചന വരുമ്പോൾ ഇപ്പോൾ അങ്ങ് ഉഴവ്, എനിക്ക് ഇനിയും പഠിക്കണമെന്ന്, ഭയങ്കര പഠിത്തമാണ്. അപ്പം കണ്ടമാനമായി ചിലപ്പം ചില അമ്മമാർ ചിലപ്പോൾ ഒരു അടിയൊക്കെ വെച്ച് കൊടുത്തെന്ന് വരാം, അമ്മയല്ലേ. അപ്പം എന്നിട്ട് ഇവിടെ വിധേയപ്പെടുന്നില്ലെങ്കിൽ ബുദ്ധിയുള്ള അമ്മ, എൻ്റെ ഒരു ചെറിയ ആശയം പറയുക, അമ്മ അനിയത്തിയോട് പറയും, എടി ലില്ലിക്കുട്ടി, നീ അവളോട് ചോദിച്ചു എത്ര നല്ല ആലോചന വന്ന് അവൾ സമ്മതിക്കുന്നില്ല, ഉഴപ്പുക, നീ ചോദിക്കും എന്നെ വലിയ. അപ്പം ലില്ലിക്കുട്ടിക്ക് അതിൻ്റെ മട്ടം അറിയാം. അവൾ വയ്യോ എന്ന് പറയുമ്പോൾ, നിൻ്റെ അമ്മയുടെ അനിയത്തി ഞാനെങ്കിലും നമ്മൾ കൂട്ടുകാരെ പോലെ എന്തേലും കൊണ്ടേ തുറന്ന് പറ. അപ്പം ഇങ്ങനെ കണ്ടമാനം നിർബന്ധിക്കുമ്പം ഇവിടെ പറയാം, ലില്ലിക്കുട്ടി ആൻറ്റി എനിക്ക് ഒരു 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 എന്തുവാ എന്നാ പറയുന്നു, അഫെയറോ, ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെന്ന്. പിന്നെ എനിക്ക് ഞാൻ ബാംഗ്ലൂർ പഠിച്ചപ്പോൾ ഒരു അതാ ഈ പ്രായത്തിൽ അത്രയും വേണോ? ഇരിക്കട്ടെ ഇരിക്കട്ടെ ഇരിക്കട്ടെ. അപ്പൊ എനിക്ക് ബാംഗ്ലൂർ പഠിച്ചപ്പോൾ ഒരു അടുപ്പമുണ്ട്, ഒരു ചെറുക്കന് വേണ്ട. എന്നാ പിന്നെ നീ അതങ്ങ് പറഞ്ഞാൽ പോരെ. ആരാ അവൻ? അവന് ചെന്നിത്തലക്കാരനാ. ഞാനൊരു സ്ഥലം പറഞ്ഞതേ ഉള്ളൂ, ചെന്നിത്തലക്കാരനാ. അവൻ്റെ പേരെന്നാ? അവൻ്റെ പേര് ബ്ലസൻഡാനിയൽ. നല്ല പേരാണല്ലോ. അവന് IPC ആണോ, ചർച്ച കോഡാണോ, അസംബ്ലീസ് കോഡാ ആണോ, ഒരു കോഡുമല്ല. പിന്നെ അവന് മലങ്കരയാ, റീത്ത്. യോ അതൊക്കത്തില്ല. നിന്റെ അപ്പൻ സഭയുടെ സെക്രട്ടറി, അമ്മ സോദരി സമാജത്തിൻ്റെ പ്രസിഡന്റ്, നിന്റെ ഉപ്പാപ്പൻ സെൻറ്ററിൻ്റെ സെക്രട്ടറി, നമ്മുടെ വല്യപ്പനാണ് കൊട്ടാരക്കര ഇത് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളെല്ലാം ഈ മേഖലയിൽ ഏറ്റവും തിളങ്ങി നിൽക്കുമ്പോൾ നീ ഇങ്ങനെ മലങ്കരയുള്ള ഒരുത്തനുമായിട്ടൊന്നും നടക്കുകയല്ല. ഉടനെ ഇവള് പറയും, കല്യാണം കഴിക്കുന്നെങ്കിൽ ഞാൻ ബ്ലസൻഡാനിയലിന് നിർബന്ധം, പിടിവാശി. അപ്പം പിന്നെ ഇവളോട് സ്നേഹിച്ചു വേണമെങ്കിൽ പിണങ്ങിയും ചോദിച്ചു എല്ലാം പറഞ്ഞിട്ട് ഇവള് 1/2 ഇഞ്ച് വിട്ടു കൊടുക്കുന്നില്ല. പ്രശ്നമായി. അപ്പം വീട്ടിൽ പ്രായമുള്ള കാരണവന്മാരുണ്ടെങ്കിൽ വന്ന് പറയും, ജോയിക്കുട്ടി ഇനി അവളെ തല്ലിയിട്ട് കാര്യമൊന്നും ഇല്ല, ഒരു കാര്യം ചെയ്യുക, വന്നത് വന്നു, എത്രയും പെട്ടെന്ന് കല്യാണം. അവൾ വല്ല കടുങ്കൈ ചെയ്താൽ നമ്മൾ സഹിക്കണ്ടേ, ഇറങ്ങിപ്പോയാൽ നമുക്ക് പിന്നെ നാണക്കേട. അതുകൊണ്ട് ദൈവദാസന്മാരോട് ചുമതലപ്പെട്ടവരോട് പറഞ്ഞേച്ച് നടത്ത്. അങ്ങനെ ചിലപ്പോൾ ആ കല്യാണം നടക്കും. അങ്ങനെ ആ കല്യാണം നടന്നാൽ ഇത് അപ്പൻ്റെ അമ്മയുടെ ഇഷ്ടമനുസരിച്ചാണോ? അല്ല, പക്ഷെ നടന്നു. ഇതുപോലെ ഒരു സംഭവമാണ് കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയത്. തെളിയിക്കാം, ഒന്നുകൂടെ വായിച്ചേ, 13:1. യഹോവ പരസത്തിച്ച് യഹോവ പിന്നെയും. അപ്പൊ അതിന്റെ അർത്ഥം മുന്നേ ഏതാണ്ട് പറഞ്ഞു. മുന്നമേ പറഞ്ഞ കാര്യം അനുസരിക്കാതെ വന്നത് കൊണ്ടാ പിന്നെ ദൈവം ഇത് പറഞ്ഞത്. അപ്പൊ മുന്നേ പറഞ്ഞത് എന്തുവാ? വായിച്ച് ആവർത്തനം 1:19 മുതൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ദൈവം തമ്പുരാൻ മുന്നമേ എന്തോ പറഞ്ഞു. ആവർത്തനം 1:19 മുതൽ വായിക്കാം, പെട്ടെന്ന് വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19 മുതൽ. പിന്നെ നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം ഹോരേബിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിങ്ങൾ കണ്ടതായ അടുത്ത വാക്യം, കാദേശ് ബർനയിൽ നമ്മൾ എത്തിയിരിക്കുന്നു. അടുത്ത വാക്യം, അപ്പോൾ ഞാൻ നിങ്ങളോട് നമ്മുടെ ദൈവമായ യഹോവ അമോര്യരുടെ മലനാട് വരെ നമ്മൾ എത്തിയിരിക്കുന്നു. അടുത്ത വാക്യം, ഇതാ ആലോചനയാ, ഇതാ നിന്റെ ദൈവമായ യഹോവ
കനാനെ ചൂണ്ടിക്കൊണ്ട് പറയുക, ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം. ഏതാ? കനാൻ ദേശം. പാലും തേനും ഒഴുകുന്ന ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്ന ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്ന ദേശം, ഗോതമ്പ് യവവും മുന്തിരി അത്തി മേതളമുള്ള ദേശം. ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അടുത്തത്, നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ. ഇതാണ് ആലോചന. നീ ചെന്നത് അവകാശമാക്കണം. ദൈവാലോചനയാ. അന്റെ ദേശം കണ്ടോ, സുഭിക്ഷമായ ദേശം. ഇത് പിതാക്കന്മാർക്ക് അബ്രഹാമിന് ദൈവം അവകാശം കൊടുത്തതാ. ഇസഹാക്കിനോടും യാക്കോബിനോടും പറഞ്ഞതാ. ഉൽപ്പത്തി 13 ദൈവം പറഞ്ഞതാ. ആ പുറപ്പാട് 3:7-8 പറഞ്ഞതാ. ഇത് 13-ാം സങ്കീർത്തനത്തിലുമുണ്ട്. ഇത് വാഗ്ദത്ത ദേശമാ. 106 സങ്കീർത്തനം 24 കിടപ്പുണ്ട്. അതാ ഈ ദേശം. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ടും, ആവർത്തനം 11-ന്റെ 10, 11, 12 ഈ സ്ഥലത്തെല്ലാം ഈ ദേശത്തെ പറ്റി പറഞ്ഞു. ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ച് ചെന്ന് കൈവശമാക്കിക്കൊള്ളുക. പിന്നെ ഭയപ്പെടരുത്. അതിന്റെ കാരണം, ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായിട്ട് അയക്കുന്നുണ്ട്. യഹോവ നിങ്ങൾക്ക് പിൻപടയാ, യഹോവയുടെ സകത്വം മുൻപടയാ. അതുകൊണ്ടാ പേടിക്കണ്ടെന്ന് പറഞ്ഞത്. ശക്തിയുള്ള ദൂതന്മാരെ ഞാൻ നിനക്ക് മുമ്പായിട്ടേക്ക് വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ചെന്ന് കൈവശമാക്കുക. അടുത്ത വാക്യം. ദൈവാലോചന പറഞ്ഞത് ഇതാ, ചെന്ന് കൈവശമാക്കിക്കോ, പൊക്കോ, ഞാൻ കൂടെയുണ്ട്, എൻ്റെ സാന്നിധ്യമുണ്ട്, ഒരു കുഴപ്പമില്ല. ഇതാണ് ദൈവാലോചന. പക്ഷെ അടുത്ത പറഞ്ഞുണ്ട്, എന്നാറേ. അപ്പം ദൈവാലോചന കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം കൂടെ എന്നാറേ, നിങ്ങളെല്ലാവരും കൂടെ ഒരു 80 അംഗമടങ്ങിയ ഒരു കൗൺസിലും ഒക്കെ ഉണ്ടേ. സ്തോത്രം. പിന്നെ ഒരു 70-ഉം വേറൊരു 10-ഉം വേറെ ഒരു 3-ഉം എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ഇവരെല്ലാം കൂടെ മെയിൻ ആൾക്കാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടി. അതാ എന്നാറേ. നിങ്ങളെല്ലാവരും കൂടി അടുത്ത് വന്ന് നാം ചില ആളുകളെ മുമ്പ് കൂട്ടി അയക്കുക. അവര് ദേശം ഒറ്റ നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കിക്കേ. ദൈവം പറഞ്ഞ ആലോചന, ചെന്ന് കൈവശമാക്കിക്കോ, ഞാൻ ദൂതനെ വിട്ടിട്ടുണ്ട്, ഞാൻ കൂടെയുണ്ട്, പേടിക്കുകയും വേണ്ട, ഭ്രമിക്കുകയും വേണ്ട. പക്ഷേ ഇവര് കുറെ മിടുക്കന്മാര്. ഏതാ? കുറെ മിടുക്കന്മാര്. പേരൊന്നും ഞാൻ പറയുന്നില്ല. മിടുക്കന്മാർ എല്ലായിടത്തും ഉണ്ടല്ലോ. മിടുക്കന്മാരെല്ലാം കൂടെ കൂടി വെച്ച് പറഞ്ഞു, പഴയ രീതി ഒന്നുമല്ല, നമ്മൾ ചില വിഷയങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കണം, നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കണം. അതുകൊണ്ട് പുള്ളിക്ക് മേളിയിരുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി, പൊക്കോ വിടുതലാന്നൊക്കെ. നമ്മളാ തറയെ നിൽക്കുന്നത്. പുള്ളി മേളിയിരുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി, പൊക്കോ ഞാനുണ്ട്. പക്ഷെ നമ്മളാ ഇതൊക്കെ നേരിടണം. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം, ആദ്യമായിട്ട് കുറേ ആൾക്കാരെ അങ്ങോട്ട് അയക്കണം. നമ്മുടെ ഇടയിൽ ഇപ്പോൾ എഞ്ചിനീയേഴ്സ്, പ്രൊഫസേഴ്സ്, ഡോക്ടേഴ്സ്, ബിസിനസ്സുകാര്, കാശുള്ളവര്, മിടുക്കന്മാര്, ഉന്നതന്മാര്, റിസർച്ച് ചെയ്യുന്നവര്. ഏതാ ഇതിനിപ്പോൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന്? അത് ഇപ്പോഴത്തെ റിസർച്ച് അതാ. ദൈവം ഇവന്റെ വല്യപ്പൻ ദൈവത്തെ കണ്ട് ഇറങ്ങിയതാ. ഇപ്പൊ ഇവനിരുന്ന് പറയുന്നത് അയ്യോ. അപ്പൊ ഒത്തിരി ആൾക്കാരുണ്ട് മിടുക്കന്മാർ. ഡോക്ടറേറ്റ്, എത്ര ഡോക്ടറേറ്റ് ഡോളർ കൊടുത്ത ഉടനെ കൊടുക്കുന്നവർ ഉണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെ മേടിച്ചോടെ ഉണ്ടെന്ന് പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തവരുണ്ട്, അവരെ അഭിനന്ദിക്കുന്നു. ദൈവത്തിന് മഹത്വം. അപ്പൊ നമ്മുടെ ഇടയിൽ ഇപ്പൊ ഒത്തിരി മിടുക്കന്മാരുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, പുള്ളി മേളിയിരുന്നങ്ങ് പറഞ്ഞാൽ മതി, പൊക്കോ വിടുതലാന്ന്. അങ്ങനൊന്നുമല്ല. നമ്മൾ കുറെ ആൾക്കാരെ മുൻപ് കൂട്ടി അയക്കണം. അവരവിടെ ചെന്നൊന്ന് പഠിക്കട്ടെ. ക്ലൈമറ്റ് അങ്ങനെ ഉണ്ട്. നമ്മുടെ പിള്ളേരും ഒക്കെ ഉള്ളതാ. ഞങ്ങളുടെ അമേരിക്കാന്ന് എല്ലാ ക്ലൈമറ്റും ഒന്നും പറ്റുകയല്ല. അങ്ങ് തന്നെയല്ല, ഞാൻ ഫുഡ് വല്ലോ പാലന്തേനൂടെ ഒന്ന് പുള്ളി മേളിയിരുന്ന് പറഞ്ഞെന്നല്ലോ, വല്ലവരും കണ്ടോ? ഇല്ല. അപ്പം ആദ്യം ആളിനെ അയക്കണം. പാലുണ്ടോ, തേനുണ്ടോ, പഴമുണ്ടോ, പഞ്ചസാര ഉണ്ടോ, പാനിയാന്നോ അയക്കണ്ടേ? അവരവിടെ ചെന്ന് അത് ഫോട്ടോ വേണം ഇങ്ങോട്ടൊന്ന് വാട്സപ്പിലോട്ട് ഇട്ട് തരുമ്പോൾ നമുക്കെല്ലാം ഷെയർ ചെയ്യണം. നമുക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഉടനെ അവിടെ അവൻ ഫോട്ടോ എടുത്ത് ഒരു കൊല മുന്തിരിങ്ങ ഉടനെ ഇങ്ങോട്ട് കിടിങ് ഉടനെ ഇവിടുന്ന് നമ്മുടെ ഇതാണ് കനാൻ നാട്ടിലെ മുന്തിരി. ഉടനെ അവർ ഞങ്ങളിപ്പോൾ ലൈവിലുണ്ട്, ഇതാണ് മുന്തിരിക്കൊല. ഇപ്പൊ അതല്ലേ നടക്കുന്നേ. ഇതാണ് നമുക്ക് മുൻപ് കൂട്ടി കുറെ ആൾക്കാരെ അയക്കണം.
അവര് ചെന്ന് ദേശമല്ല ഒറ്റ നോക്കട്ടെ. ആറുണ്ടോ, തോടുണ്ടോ, നദിയുണ്ടോ, പുഴയുണ്ടോ, വഴിയുണ്ടോ, പുഴയുണ്ടോ, വാഹനം പോകുമ്പോൾ ഹൈവേ ആണോ, ഷോർട്ട് കട്ട് ആണോ, അതോ ഇടവഴി, ഇതൊക്കെ ഒന്ന് അറിയണ്ടേ. മാത്രമല്ല ക്ലൈമറ്റ് എങ്ങനെയുണ്ട്, ഇടനാടാണോ, മലനാടാണോ, തീരദേശമാണോ, വന്യമൃഗമുണ്ടോ, ദുഷ്ടജന്തുക്കളുണ്ടോ, ഹിംസജീവികളുണ്ടോ, അവ പാലുണ്ടോ, തേനുണ്ടോ, പഴമുണ്ടോ, പാനിയുണ്ടോ, പഞ്ചതാരയുണ്ടോ, ഇതൊക്കെ ഒന്ന് അറിയണ്ടേ. അങ്ങനെ നമുക്ക് ആദ്യം കുറെ പേരെ മുന്നേ അങ്ങോട്ട് അയക്കണം. അവരവിടെ ചെന്ന് ദേശം ഒറ്റുനോക്കി തിരിച്ചു വന്ന് റിപ്പോർട്ട് തരും. അങ്ങനെ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ വേണം നമുക്ക് മുമ്പോട്ട് മൂവ് ചെയ്യാൻ. ഒരു ഇംഗ്ലീഷ് കൂടി ഇരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ വേണം നമുക്ക് മുമ്പോട്ട് മൂവ് ചെയ്യാൻ. അടുത്ത വാക്യം വായിച്ചേ ദൈവദാസി. ഒന്നോട് വായിച്ചേ. ആ വാക്ക് മോശ പറയുക, ഈ വാക്ക് എനിക്ക് ബോധിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം പറയാ, ദൈവം പറഞ്ഞ വാക്കൊന്നും ബോധിച്ചില്ല. ദൈവം പറഞ്ഞ വാക്ക് ബോധിച്ചില്ല. കമ്മിറ്റിക്കാരും സെക്രട്ടറിയും കൗൺസിലും ട്രഷറും അവരെല്ലാം കൂടെ തീരുമാനിച്ച വാക്ക് മോശയ്ക്കും നിന്ന് പിഴക്കണ്ടേ. 3 വർഷം ഇരിക്കണ്ടേ, 3 വർഷം ഇരിക്കണ്ടേ. എല്ലാരും പമ്മിയിരിക്കുന്നു. ദൈവം പറഞ്ഞത് നീ പോയി കൈവശമാക്കണം, ഞാനാ നിനക്ക് മുമ്പായിട്ട്. പക്ഷെ അത് വിശ്വസിക്കുന്നില്ല. ഇവരെല്ലാം കൂടെ കൂടി വെച്ച് പറഞ്ഞു, പുള്ളിക്ക് മേളിയിരുന്ന് പറഞ്ഞാൽ മതി, അങ്ങനൊന്നും വല്ല കാര്യം. നമുക്ക് ആൾക്കാരെ മുന്നേ വിടണം. നമുക്കിപ്പോൾ ആൾക്കാരുണ്ടല്ലോ, വണ്ടിക്ക് വണ്ടി, ആളിന് ആള്, വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസ, രാഷ്ട്രീയ സ്വാധീനം. പിന്നെ മുഖ്യമന്ത്രി നമ്മുടെ ആൾ. ഒരാൾ പറയാൻ നമ്മുടെ ആളാണ്. എടാ വിഡ്ഢി, മുഖ്യമന്ത്രി കേരളത്തിന്റെ ആളാ, അല്ല നിന്റെ വല്യപ്പന്റെ ആണോ? അപ്പൊ ഒരാൾ പറഞ്ഞു മോദി നമ്മുടെ ആളാണ്. നരേന്ദ്രമോദി ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അല്ല, ഒരു കുടുംബത്തിന്റെ ഒരു വ്യക്തിയുടെ അല്ല. ഈ ഇന്ത്യ രാജ്യത്തുള്ളവരെല്ലാവരുടെ പ്രധാനമന്ത്രിയാണ്. അന്നേരം ഈ വിഡ്ഢിയാനിരുന്ന് പറയുക MLA എൻ്റെ ആണ്. ഞാൻ പറയുമ്പോൾ അങ്ങനൊക്കെ ഒരുത്തൻ പറയും പോലെ MLA യോ MP യോ മന്ത്രിയോ പോയാൽ അവന്റെ കാര്യത്തിലൊരു തീരുമാനം. അങ്ങനൊക്കെ ഒത്തിരി എണ്ണത്തിന്റെ തീരുമാനമായി. എല്ലാവരും വള്ളം മുങ്ങിയതുപോലെ. ദൈവത്തിന് മഹത്വം. ദൈവം പറഞ്ഞ കാര്യം ഉൾക്കൊള്ളുന്നില്ല. ഇവിടെ വായിച്ചേ, എന്നാറേ ആ വാക്ക് ഏതാ? ഇവരെല്ലാം കൂടെ പറഞ്ഞ വാക്ക് മോശയ്ക്ക് ബോധിച്ചു, ദൈവം പറഞ്ഞ വാക്ക് ബോധിച്ചില്ല. അപ്പൊ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സിലായി, ഞാൻ പറയുന്നതൊന്നും യുവമാര് മുഖവിലക്ക് എടുക്കുന്നില്ല. അപ്പൊ പിന്നെ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അടിച്ച വഴി പോയില്ലെങ്കിൽ. അതാ ഇവിടെ നടന്നത്. ഇനി 13-ന്റെ 1 ഒന്നുകൂടെ വായിച്ചേ. 13-ന്റെ 1 സംഖ്യ 13-ന്റെ 1. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞത് അംഗീകരിക്കാതെ അനുസരിക്കാതെ അതിന് വിധേയപ്പെടാതെ വന്നപ്പോൾ യഹോവ പിന്നെ പറയുക, ഒറ്റ നോക്കാൻ പൊക്കോളാൻ. ഒറ്റ നോക്കൂ. അറിയാമല്ലോ ചരിത്രം. 12 എണ്ണത്തിനെ തെരഞ്ഞെടുത്തു. അതത് ഗോത്രത്തിൽ നിന്ന് എല്ലാം മിടുക്കന്മാർ, എല്ലാത്തിനെയും അങ്ങോട്ട് വിട്ടു. അയ്യോ, പിന്നീടുള്ള സംഭവം നിങ്ങൾക്കറിയാം. പോയി ഒറ്റ നോക്കിയ ശിവന്മാരെല്ലാം തിരിച്ചു വന്നു. എൻ്റെ ഭാവനയാ. തിരിച്ചു വന്ന് മോശ അധ്യക്ഷനായിട്ടിരിക്കുക. അപ്പൊ എൻ്റെ ഒരു ഭാവനയാ, 12 പേര് ഒറ്റനോട്ടക്കാരെ 12 എണ്ണത്തിനെ അങ്ങോട്ട് ഇരുത്തി. സഭയെല്ലാം കൂടെ കാഹളം ഊതി കൂടി. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ചിന്തയിലങ്ങ് പറയാം. മോശ അധ്യക്ഷന പ്രസംഗം നടത്തി വെച്ച് പറഞ്ഞു, ദൈവമക്കളെ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ദൈവമക്കളെ, അല്ലെങ്കിൽ ഇന്ത്യ ദൈവസഭയിലെ ദൈവമക്കളെ, അല്ലെങ്കിൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സഭാമക്കളെ, ഞാൻ 2-3 പേര് പറഞ്ഞതേ ഉള്ളൂ, ആയിക്കോട്ടെ. അല്ലെ പൊതുവിൽ ദൈവമക്കളെ, നാം ഇവിടെ ചിന്തിച്ച് ആലോചിച്ചതുപോലെ നമ്മുടെ പ്രിയ സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം നമ്മൾ എലക്ഷൻ നടത്തി തെരഞ്ഞെടുത്തു. 12 പേര് ഉണ്ടായിരുന്നു. ആമേ വാത്സല്യ ജോർജ് കുട്ടി, ബേബിക്കുട്ടി, ലൂയിസ് കുട്ടി, കറിയാക്കുട്ടി, എല്ലാം കുട്ടിയാ. ഇപ്പോൾ അവരെല്ലാവരും തൽസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് അവരെ ഓരോ ഷാള് കൊണ്ടുവന്ന് എല്ലാം ഈ ഷാണം കണ്ടേച്ച് വന്നതല്ലേ, ചെറിയ പുള്ളിക്കാരാണോ?
അപ്പോൾ ഇപ്പോൾ മാന്യ സഹോദരന്മാര് ദേശമെല്ലാം ഒത്തുനോക്കിയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഇരിക്കാം. അവർ ഓരോരുത്തർ എഴുന്നേറ്റ് ദേശത്തെ പറ്റി നമ്മളോട് റിപ്പോർട്ട് പറയും. ഉടനെ എൻ്റെ ശൈലി പറയുക. ഉടനെ ആദ്യത്തെ കറിയാക്കുട്ടി എഴുന്നേറ്റു. നമ്മുടെ പെന്തിക്കോസ് ശൈലിയില്ല. ഉടനെ കറിയാക്കുട്ടി പാടുക, മനോഹരമായ ഗാനാൻ ദേശമേ മനോഹരമായ ദൈവനാമത്തിനെ മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പാടിയതുപോലെ മനോഹരമായ ദേശമാണ്, എന്നാൽ കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷ. ഇതാ സാക്ഷി. ഉടനെ അടുത്ത പുള്ളി എഴുന്നേറ്റു, മരുവിലൻ ദൈവമേ നീ കാന്തി. പ്രിയ കറിയാക്കുട്ടിച്ചായം പറഞ്ഞ പോലെ ഞങ്ങൾക്ക് 12 പേർക്കും പോകുവാനിടയായി. ദൈവനാമത്തിനെ മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ അവിടെ ചെന്ന് തൽമായിയെ കണ്ടേച്ചാണ് വന്നത്. അന്ന് മുതൽ ഒരു ഇടിപ്പ് നെഞ്ചിന് കൂടുന്നു. ദൈവമക്കൾ, ഇടിപ്പ് നോർമലാകാൻ എനിക്ക് വേണ്ടി എങ്ങനെയുണ്ട്? ഇവൻ ഇരുന്ന ഉടനെ അടുത്ത പുള്ളി എഴുന്നേറ്റു. അടുത്ത പുള്ളി, ആനന്ദമേ പാരം. അവനും പറഞ്ഞു, മാന്യ സഹോദരന്മാർ പറഞ്ഞതുപോലെ നല്ല ദേശമാണ്, പാലും തേനും ഒഴുകുന്ന ദേശമാണ്. പക്ഷെ ഞാൻ ശേഷായിയെ കണ്ടേച്ചാൽ ഇങ്ങോട്ട് വന്നത് എന്താണെന്നറിയാമല്ല, രാത്രി ഞെട്ടുന്നു ഇത് കണ്ടതിനും. അതുകൊണ്ട് അടുത്ത ആഴ്ച എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന ബന്ധനം അടിക്കുന്ന ഒരു ദൈവനാശനെയും കൂടെ 3 എണ്ണം ഇരുന്നപ്പോൾ 4-മത്തവൻ എഴുന്നേറ്റു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരന്മാർ ഓർപ്പിച്ചതുപോലെ ഹല്ലേലൂയ, നല്ല ദേശമാണ്. ഞാൻ ഇങ്ങനെ ഇവരെ വിട്ടേച്ച് വേറൊരു ഏരിയയിൽ കൂടെ ചെന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. കാഴ്ച മറ്റൊന്നുമല്ല, തെക്കേ ദേശത്ത് അമാലേക്കനുണ്ടെന്ന്. 13:29 വായിര്, പെട്ടെന്ന് വായിര്. മതി, അത് മതി. പിന്നെ അതാ കണ്ടത്, അമാലേക്കര്. ഉടനെ അടുത്തവൻ എഴുന്നേറ്റിച്ച് പറഞ്ഞു, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, പാലും തേനും എടുക്കുന്ന ദേശം, പക്ഷേ വെട്ടുക്കിളിയെ പോലെ തോന്നി കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷ. ചുരുക്കി പറഞ്ഞ എല്ലാം വിവരിക്കുന്നില്ല. ഇവന്മാര് മുഴുവൻ കുണം പിടിക്കാത്തവനെയല്ലേ വിട്ടത്. ഇവരൊക്കെ കാശ് കൊടുത്തും കാല് പിടിച്ചും സ്തുതിപാടിയാണ് ഈ സ്ഥാനത്ത് കയറിയത്. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? ഒന്നും പിടി കിട്ടുന്നില്ലല്ലോ. എന്നെ പൊട്ടം കളിപ്പിക്കരുത് കേട്ടോ. ഇവനൊക്കെ കാശ് കൊടുത്തും തുതി പാടിയും ചയന പ്രദക്ഷിണം ചെയ്തും അല്ലാതെ മാനസാന്തരപ്പെട്ടോ അഭിഷേകം പ്രാപിച്ചോ ശരിയായ നിലയിൽ ദൈവകൃപ വന്നൊന്ന് ഈ സ്ഥാനത്ത് വന്നതല്ലെന്ന് ഒരു സഭയെ ഉദ്ദേശിച്ചല്ല, മുഴുവനെണ്ണത്തിൻ്റെ കാര്യമാണ്. എല്ലാവരുടെയും കാര്യമല്ല. ഇതിനകത്തും നന്നായി ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് പറയാൻ ഇടവില്ലല്ലോ. 12 എണ്ണം പോയി 2 എണ്ണം ഗുണമുള്ളതിന് സമയം കിട്ടിയോ? 10 എണ്ണം എഴുന്നേറ്റ് ആദ്യം കാസർത്തി, 2 എണ്ണം ഗുണമുള്ളതുണ്ട്, കാലേബും യോശുവ. അവർ വന്നപ്പോൾ പറഞ്ഞു ഇനി സമയമില്ലെന്ന്. അവർക്ക് സമയമില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ പണ്ടപ്പരപ്പും പരാജയത്തിന്റെ നിരാശയുടെ സാക്ഷ്യമെല്ലാം കൂടെ കേട്ട് ആകെ കുടഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു? ഓടിച്ചു നിർത്താൻ 14:1 പെട്ടെന്ന് വായിച്ചോ ദൈവരാശി. പ്രാർത്ഥിക്കാരുന്നേ പിന്നെയും ഗുണം വന്നേനെ ഉറക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ടപ്പോഴേ അപ്പോൾ സഭയെല്ലാം കൂടെ ഉറക്കം തന്നെ വിളിച്ചു. അടുത്തത് അപ്പൊ മുടിരാത്രി പ്രാർത്ഥനയായിരുന്നേ രക്ഷപ്പെട്ടേനം. ചുമ്മാ ഇരുന്ന് പാട്ടി മോങ്ങും പോലിരുന്ന്. നിങ്ങൾ കണ്ടിട്ടില്ല ചില ബന്ധു ചുമ്മാ ഇരുന്ന് അങ്ങ് കാരച്ചില്ല, കണ്ണുനീരുമില്ല കേട്ടോ. ഞങ്ങൾക്കൊരു കുഞ്ഞമ്മാമേറ തള്ളക്ക് പാട്ടാ, ഒരു തുള്ളി കണ്ണീരില്ല, ചുമ്മാ ഇരുന്ന് നാം മോങ്ങുന്നത് പോലെ. എനിക്ക് മനസ്സിലാകുന്നില്ല. ചുമ്മാ ഈ അഭിനയമൊന്നും നല്ലതല്ല. അഭിനയം നല്ലതല്ല. നമ്മുടെ ചില ദൈവദാസന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ച്, സെന്ററിലാന്നേലും കേന്ദ്രത്തിലാന്നേലും അങ്ങോട്ടും ഇങ്ങോട്ടും പാരയാ. എന്നെ ബ്രഹ്മാണ്ടം പാരയാ വെക്കുന്നത്. എന്ന് വെച്ച് സെൻട്രൽ കൺവെൻഷൻ ആണെങ്കിലും മേഖലാ കൺവെൻഷൻ ആണെങ്കിലും ഡിസ്ട്രിക്ട് കൺവെൻഷൻ ആണെങ്കിലും ജനറൽ ആണെങ്കിലും കർത്തൃമേശയുടെ സമയത്ത് നല്ല അഭിനയമാ. ചുമ്മാ അഭിനയമാ. പിന്നെ കുറെ പാവം പിടിച്ച വിശ്വാസികള് ദൈവത്തെ ഭയപ്പെട്ടിരിപ്പുണ്ട്. അവരെ ഓർത്താ ദൈവം ഇതിനെ നിർത്തിയിരിക്കുന്നത്. സിംഹഭാഗവും അഭിനയമാ. ഒരു കാര്യം പറയാ, നമ്മളെ നല്ലതുപോലെ അറിയുന്നൊരു ദൈവമുണ്ട് കേട്ടോ. നിന്റെ ഹൃദയ പരമാർത്ഥത അറിയുന്നൊരു ദൈവമുണ്ട്. അഭിനയമൊക്കെ കുറച്ച് നാളൊക്കെ നടത്താം, പിന്നെ ദൈവം പിടിക്കും. ഒരു ദിവസം പിടിക്കും. അത് ഞാനാന്നേലും നിങ്ങളാന്നേലും ഒരു ദിവസം ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീടുന്നത് എത്ര ഭയങ്കരം.
ജനം ആ രാത്രി മുഴുവൻ ഇന്ന് കരഞ്ഞു. വായിച്ച് ദൈവദാസി. ഇസ്രായേൽ മക്കൾ എല്ലാവരും ഇപ്പം നിർത്താം സമയമായി. ഞാൻ കണ്ടു 9 കഴിഞ്ഞെന്നുള്ളത് ഞാൻ കണ്ടു. എന്നാലും എനിക്ക് ഇച്ചിരൂടെ ഇതൊന്ന് പറഞ്ഞു നിർത്തിയാൽ ഒരു പോയിന്റ് കൊണ്ട് നിർത്താം. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോന് വിരോധമായിട്ട് അടുത്തത് സഭയൊക്കെയും അവരോട് നല്ല പ്രത്യാശ. ഇപ്പൊ എങ്ങനാ അവിടെ വെച്ച് ആചാരനെ ചെല്ലു പറഞ്ഞോ, എൻ്റെ അമ്മാമ്മ ഓർത്തഡോക്സിൽ നിന്നാ മതിയായിരുന്നു, യാക്കോബായി നിന്ന മതിയായിരുന്നു, മാർത്തോമായി നിന്ന മതിയായിരുന്നു. എന്തിനാ ഇതിനകത്ത്? എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. പെന്തിക്കോസ് വന്നത് അബദ്ധമാണെന്ന് ഇന്ന് വരെ തോന്നിയിട്ടില്ല. ഇല്ല. ഏതോ മുടിയാന്തരം പിടിച്ചു വേണ്ടി ഞാൻ മാർത്തോമായി പോകുന്നു. ഇവന്റെ ഒന്നും പറയുന്നില്ല ഞാൻ. എവിടെ ഒരു മുടിഞ്ഞവനെ ഏതവനാന്ന് എനിക്കറിയാം. ഇപ്പോഴും അറിയാൻ പറ്റില്ല. അവനെടുത്ത് ചോദിച്ചു ആ മാർത്തോമായി നമ്മുടെ ഒരു ദൈവരാസം മാർത്തോമായിലെ തിരുമേനി പറഞ്ഞു. എനിക്കറിയാൻ പറ്റില്ല. ഞാനും അറിഞ്ഞില്ല, തിരുമേനി അറിഞ്ഞില്ല. ഈ കഴുത ഇവനെല്ലാം ഭ്രാന്താ. എടാ ഇന്ന് വരെ തോന്നിയിട്ടില്ല പെന്തിക്കോസ് വന്നത് അബദ്ധമായെന്ന്, മണ്ടത്തരമായി. ഞാനൊരു പെന്തിക്കോസുകാരുടെ കാര്യം പറയാം. നമ്മുടെ കൺവെൻഷനുകളിലൊക്കെ ഇപ്പം ഒത്തിരി മിടുക്കന്മാരെ വിളിക്കുന്നുണ്ട്. ഇവന്മാരീ പലരും പെന്തിക്കോസുകാരെ ഇഷ്ടമല്ല. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരുത്തൻ എന്നോടാ പറഞ്ഞ് എനിക്ക് ഈ വർഗത്തെ ഇഷ്ടം കണ്ണെടുത്ത എന്നോടാ പറഞ്ഞ്. അവനാ ഇപ്പൊ എല്ലായിടത്തും എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ അവനിവിടെ നിന്നെല്ലാം മേടിച്ചോണ്ട് എന്നോടാ പറഞ്ഞ, വേറെ ആരോടുമല്ല. പേരൊന്നും ഞാൻ പറയുന്നില്ല. അവൻ എന്നോട് പറഞ്ഞ ഈ വർഗത്തെ എനിക്ക്, അപ്പൊ ഈ വർഗത്തിന്റെ കാശ് കൊള്ളാം അല്ലേ, ഈ വർഗത്തിന്റെ സ്റ്റേജ് കൊള്ളാം അല്ലേ, ഈ വർഗം ഭക്ഷണം തന്നാ കഴിക്കുമല്ലയോ. ഇതിനകത്ത് ചിലപ്പോൾ ന്യൂനതകളും അപാകതകളും ഒക്കെ കാണാം. അതൊക്കെ അവരും ദൈവവും കൂടെ തീർത്തോളും. ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് അവര് കണക്ക് പറഞ്ഞോളും. പക്ഷേ ഇതിനകത്ത് ജീവിക്കുന്ന ദൈവമക്കളുണ്ട്, ഇതിനകത്ത് പരമാർത്ഥികളുണ്ട്, ഇതിനകത്ത് വിശ്വസ്തരുണ്ട്, ഇതിനകത്ത് വിശുദ്ധന്മാരുണ്ട്. അതുകൊണ്ടൊക്കെ വളരെ സൂക്ഷിച്ചോണം കേട്ടോ. ഇത് കൊണ്ടുപോയി ഇവൻ തിന്നേച്ച നമുക്കിട്ട്. ഞാനൊരു കാര്യം പറയാം. സ്വർഗത്തിലെ ദൈവം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് പെന്തിക്കോസുകാരാ. എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഈ മാർഗത്തിൽ വന്നതിന് ശേഷം. ഇവിടെയുള്ള ദൈവമക്കൾ മാനിക്കുകയും ദൈവദാസന്മാരെ ആദരിക്കുകയും ശുശ്രൂഷയ്ക്ക് വിളിക്കുകയും അവസരമൊക്കെ തരും. ഇതെല്ലാം പെന്തിക്കോസുകാരാ. അതുകൊണ്ട് ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നയാളാ പെന്തിക്കോസിലായത്. ദൈവത്തിന് മഹത്വം. ഞാൻ മുമ്പേ സന്ദർഭം വന്നുകൊണ്ട് അതുകൂടെ പറയാം. ഈ ജെയിംസ് മാസ്റ്ററുടെ പിതാവ് തെങ്കപ്പള്ളി ശൗമയിൽ സാറ് എന്ത് വേണ്ട നന്മ തന്നിട്ടുണ്ട്. അങ്ങനെ അനേക ദൈവമക്കൾ. ദൈവത്തിന് മഹത്വം. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരല്ല ശുശ്രൂഷയ്ക്ക് വിളിക്ക്. ഇന്ന് വരെ തോന്നിയിട്ടില്ല പെന്തിക്കോസ് വന്നത് അബദ്ധമാണെന്ന് തോന്നിയിട്ടില്ല. ഇവര് പറയുക ഞങ്ങൾ അവിടെ വെച്ച് ചത്തുപോകുമായിരുന്നു, നല്ലതായിരുന്നു. അടുത്ത വാക്യം, ഈ മരുഭൂമി ആന്നേലും അല്ലല്ല ഒന്നുകൂടെ വായിച്ചേ. ഈ മരുഭൂമി ആന്നേലും വലിയ കുഴപ്പമില്ല, അടുത്തത് വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? അടുത്ത വാക്യം, ഞങ്ങളുടെ ഭാര്യമാരും മക്കളുമെല്ലാം കൊള്ളയാകും. അധികം വിവരിക്കുന്നില്ല, പിടിച്ചു നിർത്തുക. ഭാര്യമാരും പിള്ളേരുമെല്ലാം കൊള്ളയാകും. ദൈവം തമ്പുരാൻ ഇത് കേട്ട്, കാരണം മലാഖി വായിക്കുന്നത് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ച് യഹോവ ഇവന്മാര് പറയുക അവിടെ വെച്ച് യാഗമായിരുന്നു, നല്ലതായിരുന്നു, മരുഭൂമി ആണെങ്കിലും വലിയ കുഴപ്പം ഇല്ല, പക്ഷെ വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഞങ്ങളുടെ ഭാര്യമാരും പിള്ളേരും എല്ലാം. ദൈവം ഇത് കേട്ടു. ദൈവം കേട്ടിട്ട് ദൈവം ഒരു ദൂത് പറഞ്ഞു, എടാ കൊള്ളയാകുമെന്ന് പറഞ്ഞ പിള്ളേരെല്ലാം അങ്ങ് ചെല്ലും, നീ ഒറ്റ ഒരുത്തൻ കയറുകയല്ലെന്ന് പറഞ്ഞു. കാരണം നിനക്കൊന്നും ദൈവത്തിൽ വലിയ വിശ്വാസം ഇല്ല. സ്തോത്രം. ദൈവത്തിൽ വിശ്വാസമില്ല. കൊള്ളയാകുമെന്ന് പറഞ്ഞ പിള്ളേരെല്ലാം അങ്ങ് ചൊല്ലും, പക്ഷെ നീ ഒറ്റ ഒരുത്തൻ അവിടെ കയറുകയാണെന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 38 തോന്നുന്നു, ഒന്ന് വായിച്ചേ ദൈവരാശി. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 38. ഞാൻ ആ വാക്യവങ്ങ് മറന്നുപോയതാണോ? അത് തന്നെ. നിന്റെ ശുശ്രൂഷകനായ
ലിസ്റ്റ് ഇട്ട് കനാനിൽ പോകുന്ന ലിസ്റ്റാ. നിന്റെ ശുശ്രൂഷകനാകുന്ന നിന്റെ ഊണ്ടമകൻ യോശുവ അവിടെ ചെല്ലും, അവനെ ധൈര്യപ്പെടുത്തുക. അടുത്തത്, അവനാകുന്ന സ്ത്രീ മക്കൾക്ക് അവകാശമായി കൊടുക്കേണ്ടത്. അടുത്ത വാക്യം, കൊള്ളയാകുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഇന്ന് ഗുണദോഷങ്ങളെ തിരിച്ചറിയാത്ത മക്കളും അവിടെ ചൊല്ലും, നീ ഒരെണ്ണം കയറുകയല്ല. എന്നാ കാര്യം? രണ്ട് കാര്യമാ പറഞ്ഞു നിർത്തുക. ഒന്ന്, അവൻ ദൈവത്തിന് ഹിതമല്ലാത്തതിനെ അവൻ ദൈവഹിതമാക്കി എടുത്തു. രണ്ട്, നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. മൂന്ന്, നിങ്ങൾ പിറുപിറുക്കുന്നു. അതുകൊണ്ട് ഒരെണ്ണം അങ്ങ് ചെല്ലത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന് ഹിതമില്ലാത്തതൊന്നും എടുക്കരുത്. രണ്ട്, പിറുപിറുക്കരുത്. മൂന്ന്, അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ടാകരുത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ഹിതത്തിനെ ഏൽപ്പിക്കരുത്. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഇഷ്ടമൊന്നുമല്ല, അവിടുത്തെ ഇഷ്ടം. ഞാൻ പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ ചിലപ്പോൾ യോജിക്കുകയില്ല. ഏത് വിഷയത്തിന് പ്രാർത്ഥിച്ചാലും പേഴ്സണൽ, ഏത് വിഷയത്തിന് പ്രാർത്ഥിച്ചില്ല, കർത്താവേ അവിടത്തേക്ക് ഹിതമാണ്. അല്ലാതെ ഞാൻ പിടിച്ചു മേടിക്കാറില്ല. പിടിച്ചു മേടിക്കുകയല്ല. ചെല്ലു പറയാ, തന്നല്ലാതെ നിന്നെ എന്നെ വട്ടാന്നാ ഓർക്കുന്നത്. പിന്നെ യാക്കോബ് പിന്നെ എന്നാ ഉളുക്കി ഉളുക്കി നടന്ന് സ്തോത്രം. ഭൂമിക്ക് കാറ്റടിച്ചല്ലേ പോയ പിന്നെ ബദലിലോട്ട്. ദൈവത്തിന് മഹത്വം. എൻ്റെ പ്രിയരെ, വളരെ ഭയത്തോടെ വചനത്തെ അടിസ്ഥാനമാക്കി പറയുക. ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. പ്രാർത്ഥിക്കുമ്പം ഏത് വിഷയമാണെങ്കിലും അവിടത്തേക്ക് ഹിതമാണെങ്കിൽ, അവിടത്തേക്ക് തിരുവുള്ളമുണ്ടെങ്കിൽ, അവിടത്തേക്ക് ഇഷ്ടമാണെങ്കിൽ. നമ്മൾ ദൈവഹിതത്തിന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും അനുകൂലമല്ല കേട്ടോ. അല്ലല്ല, ദൈവഹിതത്തിന് നമ്മൾ ഏൽപ്പിക്കുക എല്ലാവരും ഒന്നും അനുകൂലമല്ല. ഭാര്യ ചിലപ്പോൾ അനുകൂലമാകുകയല്ല, ഭർത്താവ് അനുകൂലമാകുകയല്ല, പിള്ളേർ അനുകൂലമാകുകയല്ല, സഭക്കാരും ചിലപ്പോൾ അനുകൂലമായിന്ന് വരികയല്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞ് നിർത്തുക, നമ്മുടെ കർത്താവ് ആ മാതൃക. ഗതസമനയിൽ അവിടുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ പ്രാണവേദനയില്ല, ലോകപാപം മുഴുവൻ ചുമക്കുക. അവിടെ വായിക്കുന്നത് വിവരിക്കുന്നില്ല. അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളിയായി. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഒരു കാര്യം പ്രാർത്ഥിക്കുക, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം, എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല, ചേർത്ത് പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ. പ്രിയരെ, മാനുഷികമായിട്ടും ലോകപരമായിട്ടൊക്കെ ചിലപ്പം നമുക്ക് അബദ്ധം പറ്റിയെന്ന് വരാം. അബദ്ധത്തിന് പെയിന്റ് അടിക്കരുത്, ചേർത്ത് പറഞ്ഞോണം, കർത്താവേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. നിങ്ങൾ ലൂക്കോസിൽ എടുത്ത് വായിപ്പിക്കുന്നില്ല. അത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കണം, ചേർത്ത് പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. അവിടുത്തെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചപ്പോൾ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതനിറങ്ങി. ഞാനും നിങ്ങളും ദൈവഹിതത്തിന് ഏൽപ്പിച്ചാൽ, ഭാര്യയോ ഭർത്താവോ മക്കളോ സഭക്കാരോ സംഘടനകളോ ഒരുപക്ഷെ നമുക്ക് എതിരായി വരാൻ കൈവിടാം. പക്ഷേ ആ സന്ദർഭത്തിലും നിന്നെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം ദൂതനെ ഇറക്കും. നിനക്കും എനിക്കും സംരക്ഷണം തരുവാൻ, എന്നെയും നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ദൈവം ദൂതനെ ഇറക്കും. വിശ്വസിക്കുന്നവർ, അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. സമയം ഒത്തിരി അതിക്രമിച്ചുവെങ്കിലും ബഹുമാന്യരായ നിങ്ങൾ എന്നെ കേട്ട് ഇതുവരെ ഇരുന്നല്ലോ, നന്ദി. ഇന്ന് രാത്രി ഒരു സമർപ്പണത്തോടെ തിരിച്ചു പോകണം. ദൈവഹിതം നിറവേറട്ടെ. ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ച് ദൈവ ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കാം. അങ്ങനെ സമർപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം ദൂതനെ അയക്കും. എന്ന് പറഞ്ഞാൽ സ്വർഗം നിനക്ക് അനുകൂലമാകും. നമുക്ക് ദൈവഹിതത്തിന് ഏൽപ്പിക്കാം. ഒരു പഴയ പാട്ടിൻ്റെ ഒരു ചരണം നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി പിരിയുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതം. ജോസേ പാടുന്നു അതോ ഞാൻ പാടണോ? ഇതുവരെ ഞാനല്ലയോ പാടിയത്. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് മോദമായി, എൻ്റെ ഇഷ്ടമോ
ഈശ്വരേ, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ